ഇന്നത്തെ വിഷയം ഹോമിസൈഡ് ലോ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യ എന്നെടുത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ ലോ കുറച്ച് വ്യത്യസ്തമാണ്. മാത്രമല്ല നമ്മളിപ്പോഴും 1860 തന്നെയാണ് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത നമ്മുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള പല രാജ്യങ്ങളിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ അവർ വരുത്തി കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ആ പഴയ വിന്റേജ് ലോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ എന്നുള്ള സബ്ജക്ട് അങ്ങനെ കൺഫൈൻ ചെയ്തതുകൊണ്ടാണ്. ഇത് IPC പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസ്ട്രിക്ട് ജഡ്ജസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഏതാണ്ട് 30 മാർക്കിന്റെ ഡിസ്ട്രിക്ട് ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് റൈറ്റിംഗ്, 1-2 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ 1 വേർഡ് ആൻസേഴ്സ്, അങ്ങനെ ഏതാണ്ട് 50 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് ഈ ഹോമിസൈഡ് ലോ എന്ന് പറയുന്നത്. മുനിസിപ്പൽ മാജിസ്ട്രേറ്റിന് ആണെങ്കിലും എങ്ങനെ പോയാലും ഒരു 10-20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പല ഭാഗത്തായിട്ടും ചോദിക്കാറുണ്ട്. ഇതിനെല്ലാത്തിന് ശേഷം ക്വാളിഫൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്റർവ്യൂവിലും ഇത് ചോദിക്കുന്നതാണ്. ഇൻവേരിയബിളി ഇത് മനസ്സിലാക്കുക എന്നുള്ളത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഉള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അല്ലാത്ത പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നതും, എന്തായാലും മനസ്സിലാക്കിയാൽ ഒരു റൗണ്ട് മനസ്സിലാക്കിയാൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സബ്ജക്ട് IPCയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ രസങ്ങൾ എന്ന് പറയുന്നതാണ്. പിന്നെ ഇതിന്റെ ആ സ്റ്റാറ്റ്യൂട്ടിന്റെ 2 സെക്ഷനുകളിലാണ്, 299 300. ഇത് 299 കൾപ്പബിൾ ഹോമിസൈഡ്, 300 മർഡർ. ഇതെന്താണ് ഈ വിഷയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കൾപ്പബിൾ ഹോമിസൈഡ് എപ്പോഴാണ് മർഡർ ആകുന്നത്, ഇതാണ് ഇതിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അതില് ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വിഷയം, അല്ലെങ്കിൽ ഒറ്റ വിഷയം എന്ന് വേണമെങ്കിൽ പറയാം, ഹോമിസൈഡ് എന്ന് പറയുന്ന ഒറ്റ വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ സ്റ്റാറ്റ്യൂട്ടില് ഈ വിഷയങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനിൽ 1810 വാക്കുകളുണ്ട്. അപ്പൊ അത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ഒരു വിഷയമാണ്. അല്ല 1800 പേജ് വാക്കുകൾ എന്ന് പറയുമ്പോൾ 3-4 പേജുകൾ, 10-15 ഇല്ലസ്ട്രേഷൻസ്, ഒരുപാട് എക്സെപ്ഷൻസ്, അങ്ങനെ ധാരാളം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും, ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ ഇല്ലസ്ട്രേഷൻസ്, 1601 മുതലുള്ള തർക്കങ്ങള്, അതിന്റെ പരിഹാരങ്ങള്, അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള വളരെ രസകരമായിട്ടൊരു വിഷയമാണ് ഹോമിസൈഡ് ലോ. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ പറ്റിയൊരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഇത് ചൂസ് ചെയ്യാമെന്ന് ഞാൻ പ്രമോദ് സാറിനോട് പറയുക ചെയ്തത്. അപ്പൊ സാർ ഇപ്പൊ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം സെലക്ട് ചെയ്തത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം ജൂനിയർ ലോയേഴ്സിനെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കിയാല് പിന്നെ ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ വരുന്ന മെന്റൽ എലമെന്റ്സിനെ കുറിച്ചും കോസേഷൻ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുന്നു തോന്നുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു അപ്രോച്ചും കൂടി നമുക്ക് ഈ ഒരു വിഷയത്തിൽ ആകാവുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ബാർ കൗൺസിൽ നേരത്തെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ മിക്കവാറും ഫസ്റ്റ് സെഷൻ ആയിട്ട് ചെയ്യുന്നത്, പീനൽ ലോയിൽ ഫസ്റ്റ് സെഷൻ ആയിട്ട് ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതോടെ ഒരുപാട് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് അതിന്റെ പേര്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 299 കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ്. അപ്പൊ അതായത് അങ്ങനെ പറയുമ്പോൾ ഹോമിസൈഡ് എന്തുകൊണ്ട് ഹോമിസൈഡ് എന്ന് പറഞ്ഞില്ല, കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് പറഞ്ഞത്. അതായത് കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡുകളുണ്ട്. കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡ് വേറെ, കൾപ്പബിൾ ഹോമിസൈഡ് വേറെ. അപ്പൊ അതുകൊണ്ടാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡുകൾ എന്തൊക്കെയായിരിക്കാം? അത് എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള ഹോമിസൈഡുകളും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഹോമിസൈഡുകളും. ഉദാഹരണത്തിന് ഒരു സോൾജർ, ഒരു ഓൺ കമാൻഡ് സോൾജർ ഫയർ ചെയ്യാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. ഒരു ജഡ്ജ് ഹാങ് ചെയ്യാൻ ഇരിക്കുകയാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. ഒരു ആരാച്ചാർ അത് എക്സിക്യൂട്ട് ചെയ്യാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. ഒരു ഡോക്ടർ ഓപ്പറേഷൻ നടത്തുമ്പോൾ ആള് മരിച്ചു പോവാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. പ്രൈവറ്റ് ഡിഫൻസിൽ ചെയ്യുന്നത് എക്സ്ക്യൂസ്ഡ്. അത് അങ്ങനെ ധാരാളം കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡുകളും ഉണ്ട്. അതെല്ലാം ഹോമിസൈഡുകൾ തന്നെയാണ്, പക്ഷെ കൾപ്പബിൾ അല്ല. അപ്പൊ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ളതാണ് 299 വിചാരിക്കുന്നത്. അത് എപ്പോഴാണ് ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത്, എപ്പോഴാണ് മർഡർ എന്ന് പറയുന്ന അതിന്റെ ഗ്രേറ്റർ പണിഷ്മെന്റ് ഉള്ളതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത്. ഇതാണ് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള ആസ്പെക്ട്. ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആണല്ലോ നമുക്കൊരു അപ്രോച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കൂടി ആയതുകൊണ്ട്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 302 പണിഷ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
302-ലും 304-ലും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറിലാണെങ്കിലും അമൗണ്ടിങ് ടു മർഡർ ആണെങ്കിലും അതിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ആകാം. ഡെത്ത് ഓർ ലൈഫ് 302-ലാകാം. അപ്പോൾ 302-ല് ഡെത്ത് സെന്റൻസ് ഓൾട്ടർനേറ്റീവ് പണിഷ്മെന്റ് ആയതുകൊണ്ട് 302-ല് ഒരാൾക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CRPC 433 ക്യാപിറ്റൽ A പ്രകാരം അയാൾ മിനിമം 14 വർഷം കിടക്കേണ്ടി വരും. 14 വർഷത്തിന് ശേഷം മാത്രമേ അയാളുടെ റെമിഷനോ കമ്മ്യൂട്ടേഷനോ പ്രോസസ്സ് ആരംഭിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതേ സമയത്ത് 304 പാർട്ട് 1-ലാണ് അദ്ദേഹത്തിന് ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടുന്നതെങ്കിൽ മാക്സിമം പീരീഡ് 14 ഇയേഴ്സ് ആണ്. 433 സ്മോൾ ബി അനുസരിച്ചിട്ട് മാക്സിമം പീരീഡ് 14 ഇയേഴ്സ് കിടന്നാൽ മതി. അപ്പൊ അതിനുശേഷം അതിനും ഏത് സമയത്ത് വേണമെങ്കിലും 1 വർഷം കഴിയുമ്പോഴോ 2 വർഷം കഴിയുമ്പോഴോ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് റെമിഷൻ പോസിബിൾ ആണ്. അപ്പൊ ഇതാണ് പ്രാക്ടിക്കൽ സൈഡിലുള്ള ബുദ്ധിമുട്ട്. ഇതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഡിഫൻസ് ലോയേഴ്സ് ട്രയൽ സൈഡിലാണെങ്കിലും അപ്പലേറ്റ് സൈഡിലാണെങ്കിലും അത് 302 നിൽക്കില്ല, 304-ലേക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നതിന്റെ ഒരു കാരണം അതാണ്. 302-ല് ഡെത്ത് ഓൾട്ടർനേറ്റീവ് പണിഷ്മെന്റ് ആണ്. അതുകൊണ്ട് 433 ക്യാപിറ്റൽ A CRPC അനുസരിച്ചിട്ട് മിനിമം 14 കിടക്കണം. ഞാൻ സെക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ജൂനിയർ ലോയേഴ്സിന് വേണ്ടിയിട്ടാണ്. എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ളവർക്ക് അതൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമുണ്ടാവും. അതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യത്യാസം. ഇനി ഇതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒന്ന്, ഈ ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സെക്ഷൻ 45 ആ ഭാഗത്ത് ഡെഫിനിഷൻ ക്ലോസിൽ എന്താണ് ലൈഫ്, എന്താണ് ഡെത്ത് എന്ന് പറയുന്നത്. 45 ലൈഫ്. The word denotes the life of a human being unless the contrary appears from the context. 45. 46 death. The word death denotes the death of a human being unless the contrary appears from the context. അപ്പൊ ഈ രണ്ടെന്നും പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ആരാണ് ഹ്യൂമൻ ബീയിങ്? ഹ്യൂമൻ ബീയിങ് ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് ഹ്യൂമൻ ബീയിങ് ആകുന്നതിന് മുമ്പ് ആ സമയത്തും വൂമ്പിലുള്ള, അതായത് ഭ്രൂണ അവസ്ഥയിലുള്ള കുട്ടിയെയും ചൈൽഡിന് തന്നെയാണ് IPC വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. 312 IPC 312 കോസിംഗ് മിസ്കാരേജ്. കോസിംഗ് മിസ്കാരേജിലും ഹൂവർ വോളണ്ടറിലി കോസ് എ വുമൺ വിത്ത് ചൈൽഡ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് 312 ഉദ്ദേശിക്കുന്നത് വയറ്റിനകത്തുള്ള, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്തുള്ള കുട്ടിയാണ്. അത് എത്ര വളർച്ചയെത്തിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിയെ ചൈൽഡ് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എത്ര വളർച്ചയെത്തിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മിസ്കാരേജ് എന്നുള്ള കൺസെപ്റ്റിലാണ് പെടുത്തിയിട്ടുള്ളത്. അതൊരിക്കലും ഹോമിസൈഡ് ആകില്ല. വയറിനകത്ത് വെച്ചാണ് ഏത് സ്റ്റേജിലാണെങ്കിലും. അതിൽ രസകരമായിട്ടുള്ളൊരു സംഭവം കാണുന്നത് 312-ല് 2 തരത്തിലാണ് അതിന്റെ പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ക്യുക്കനിങ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ 3 വർഷം, ക്യുക്കനിങ് തുടങ്ങിയ ശേഷമാണെങ്കിൽ 7 വർഷം. അത് ആ കാലത്ത് 1700-കളിലോ 1600-കളിലോ ഒക്കെ ഉണ്ടായിരുന്ന ചർച്ചിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അതായത് അന്നത്തെ തിയറി അനുസരിച്ചിട്ട്, പേപ്പൽ ടീച്ചിങ് അനുസരിച്ചിട്ട് ഈ ശരീരത്തിലേക്ക്, ഭ്രൂണത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കുന്ന സമയത്താണ് ആ ഭ്രൂണം ചലിക്കുന്നതെന്നും അങ്ങനെ ചലിക്കുന്നത് കൊണ്ടാണ് ചലിച്ചതിന് ശേഷം ക്യുക്കനിങ് തുടങ്ങിയാൽ 7 വർഷം പണിഷബിൾ ആകുമെന്നും അത് ആത്മാവുള്ള ഭ്രൂണമാണ്. അങ്ങനെ ചില രസകരമായിട്ടുള്ള ബൈബിളിന്റെ അല്ലെങ്കിൽ പേപ്പൽ ടീച്ചിങ്ങിന്റെ ചില ഭാഗങ്ങളും അതിൽ കാണാം. 312 തന്നെ കാണാം. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഹിസ്റ്ററി ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ ചർച്ചിന്റെ ഇൻഫ്ലുവൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചർച്ചിന്റെ ഇൻഫ്ലുവൻസ് കാണാം, പേപ്പൽ ടീച്ചിങ്ങിന്റെ ഇൻഫ്ലുവൻസ് കാണാം. അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് 312 കാണുന്നത്. അപ്പോ അതിന്റെ സ്കീം അനുസരിച്ചിട്ട് എത്ര പ്രായമായിട്ടുള്ള, എത്ര വളർച്ചയെത്തിയ ഭ്രൂണമാണെങ്കിലും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 7 years ആണ്. അപ്പോൾ ഇത് എപ്പോഴാണ് അത് ചൈൽഡ് ആകുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ആകുന്നത് എന്ന് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാണുന്നത് 299 എക്സ്പ്ലനേഷൻ 3-ലാണ്. എക്സ്പ്ലനേഷൻ 3 ഞാൻ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതായത് ജൂനിയർ ലോയേഴ്സിനോട് സ്റ്റാറ്റ്യൂട്ട് കയ്യിൽ വേണമെന്ന്. സ്റ്റാറ്റ്യൂട്ട് ഇല്ലാതെ ഇത് അപ്രോച്ച് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പല വാക്കുകളിലും ഇല്ലസ്ട്രേഷനുകളിലും കുത്തിലും കോമയിലൊക്കെയാണ് ഇതിന്റെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കടന്നു പോകുന്നത്. എക്സ്പ്ലനേഷൻ 3 299 എക്സ്പ്ലനേഷൻ 3. The causing of the death of a child in the mother's womb is not homicide. നേരത്തെ പറഞ്ഞ 312 അനുസരിച്ചിട്ട് അത് മിസ്കാരേജ് ആണ്. എത്ര വലിയ കുട്ടിയാണെങ്കിലും മിസ്കാരേജ് ആണ്. But it may amount to culpable homicide to cause the death of a living child. അപ്പോൾ അവിടെ ലിവിങ് ചൈൽഡ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നു. If any part of that child has been brought forth, though the child may not have breathed or been completely born.
മുഴുവനായിട്ട് ജനിക്കണമെന്നില്ല, ആ കുട്ടിക്ക് ശ്വാസം വേണമെന്നില്ല. അപ്പൊ ശ്വാസം കഴിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിലാണെങ്കിലും പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ, ഭ്രൂണം പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ, ഭ്രൂണത്തിൽ നിന്ന് അമ്മയുടെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം മുതൽ ഏതെങ്കിലും ഒരു പാർട്ട് പുറത്തേക്ക് വന്നിട്ട്, കയ്യോ കാലോ തലയോ ഏതെങ്കിലും ഒരു പാർട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ദാറ്റ് ബിക്കംസ് ദ സബ്ജക്ട് ഓഫ് ഹോമിസൈഡ്. അവിടെയാണ് ഈ ഹോമിസൈഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു സബ്ജക്ട് എന്നുള്ള നിലക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വൂമ്പിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ചൈൽഡ് മേ നോട്ട് ഹാവ് ബ്രെത്ത്. അത് അപ്പൊ ബ്രീത്ത് ചെയ്യാത്ത ചൈൽഡ്, അല്ലെ ഭ്രൂണം പുറത്തേക്ക് വരുന്ന ഭ്രൂണം ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ഹോമിസൈഡിന് സബ്ജക്ട് ആകുന്നത് എന്നൊരു സംശയം വരാം. അതിൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ട് മുൻപുള്ള വാക്കാണ്, അതിന്റെ കീവേഡ് എന്ന് പറയുന്നത് ലിവിങ് ചൈൽഡ്. ഇപ്പൊ ലിവിങ് ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഒരു കുട്ടിയാണ്. സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. ബ്രീത്തിങ് വേണമെന്നില്ല. അതായത് ജനിക്കുന്ന ഉടനെ കുട്ടികളെ കൊല്ലുന്ന സിറ്റുവേഷനിലുണ്ടാവും. അപ്പൊ ആ സമയത്ത് കൊല്ലുന്നത് അമ്മ തന്നെയോ അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ആയയോ അല്ലെങ്കിൽ ഡോക്ടറോ അങ്ങനെ മിഡ്വൈഫോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം ആ കൊലപാതകം ചെയ്യുന്നത്. അപ്പൊ ആ സിറ്റുവേഷനിൽ ആ കുട്ടി ശ്വാസം കഴിച്ചിരുന്നോ എന്നുള്ളത് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ള കേസുകൾ മിക്കവാറും ഫെറ്റസിനെ എവിടെയെങ്കിലും അത് ഡിസ്പോസ് ചെയ്യായിരിക്കും, സീക്രട്ട് ആയിട്ടുള്ള ഡിസ്പോസലായിരിക്കും. അപ്പൊ അതിനുശേഷം പിന്നെ സബ്സിക്വന്റ് ആയിട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ കുട്ടിയുടെ വളരെ കുഞ്ഞ് ലങ്സ് ആയതുകൊണ്ടും 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് പരുവത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കൽ പോസിബിൾ ആയിരിക്കില്ല. ഇത് ലിവിങ് ബ്രീത്ത് ചെയ്തിരുന്നോ ഇല്ലെന്ന് കണ്ടുപിടിക്കുന്നത് പോസിബിൾ ആയിരിക്കില്ല. ആ കാലത്ത് അതിനുണ്ടായിരുന്ന ടെസ്റ്റ് ഈ ലങ്സ് വെള്ളത്തിലിട്ട് നോക്കുക എന്നാണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ബ്രീത്ത് ചെയ്ത ലങ്സ് ആണെങ്കിൽ ഫ്ലോട്ട് ചെയ്യും, ബ്രീത്ത് ചെയ്യാത്ത ലങ്സ് ആണെങ്കിൽ താഴേക്ക് മുങ്ങിപ്പോകും. ഈ ഒരു ക്രൂഡ് മെത്തേഡാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രീത്ത് ചെയ്തിരുന്നില്ല എന്നുള്ള തർക്കം എടുക്കാനായിട്ട് ആ കാലത്ത് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ലിവിങ് ചൈൽഡ് ആയിരിക്കണം. അതായത് ചാപിള്ള ആയിരിക്കരുത്, വയറ്റിനകത്ത് വെച്ച് മരിച്ചിട്ട് പുറത്തേക്ക് വന്ന കുട്ടിയായിരിക്കരുത്. പുറത്തേക്ക് വരുമ്പോൾ ദാറ്റ് ഷുഡ് ബി ലിവിങ് ചൈൽഡ്. ബ്രീത്ത് വേണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, ബ്രീത്തിനെ കുറിച്ച് തർക്കം എടുക്കാനായിട്ട് പോസിബിൾ അല്ല. അപ്പൊ അതാണ് ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഭ്രൂണം എപ്പോഴാണോ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങുന്നത് ആ സമയത്താണ് ദാറ്റ് ബിക്കംസ് എ സബ്ജക്ട് ഓഫ് ഹോമിസൈഡ്. അതാണ് കൾപ്പറൽ ഹോമിസൈഡിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 എക്സ്പ്രഷൻസ് നോക്കാം. അതില് എക്സ്പ്രഷൻസ് നോക്കുന്നത് നമുക്ക് ആ മെയിൻ ഹെഡിങ് കൾപ്പറൽ ഹോമിസൈഡിന്റെ സബ്ജക്ട് നോക്കിയിട്ട് എക്സ്പ്രഷൻ നോക്കാം. കൾപ്പറൽ ഹോമിസൈഡില് 299 അതിന്റെ ഹെഡിങ് കൾപ്പറൽ ഹോമിസൈഡ് എന്ന് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതാണ് ഈ വിഷയം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. അപ്പൊ ജൂനിയർ ലോയേഴ്സും എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അവിടെ കൾപ്പറൽ ഹോമിസൈഡ് എന്നുള്ള ഭാഗത്ത് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നും കൂടി എഴുതി ചേർത്താൽ അടുത്ത റൗണ്ട് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. കൾപ്പറൽ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ് 299 പറഞ്ഞിട്ടുള്ളത്. 300 വരുമ്പോൾ വിഷയം എന്ന് പറയുന്നത് കൾപ്പറൽ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ ആണ്. അപ്പൊ അവിടെ അതിൽ എഴുതിയിട്ടില്ല, ഹെഡിങ്ങിൽ മർഡർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് 300 അവിടെ മർഡർ എന്നുള്ളതിനകത്ത് കൾപ്പറൽ ഹോമിസൈഡ് എമൗണ്ടിങ് ടു എന്ന് ഒന്ന് പ്രീഫിക്സ് ചെയ്യുക. അപ്പൊ അടുത്ത റൗണ്ട് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നായിരിക്കും. അപ്പോൾ ഇതാണ് 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അറ്റ്ലീസ്റ്റ് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ പണിഷ്മെന്റ്. നേരത്തെ പറഞ്ഞു പണിഷ്മെന്റും ജയിൽ സെന്റൻസും ആണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസിംഗ് ലോയേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മളത് കൂടി അപ്രോച്ച് ചെയ്തേ പറ്റും. ഒരു പ്യുവർ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രം പോരാ നമുക്ക്. അപ്പൊ ഒന്ന് 299 കൾപ്പറൽ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, 300 കൾപ്പറൽ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ. അതാണ് ഒരു സട്ടിൽ ആയിട്ടുള്ള വ്യത്യാസം. ഈ 2 കൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. 300 നമ്മൾ നോക്കുമ്പോൾ അറിയാം, അതിൽ സെക്കൻഡ്ലി, തേർഡ്ലി, ഫോർത്ത്ലി, ഫസ്റ്റ്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ആ കാലത്തെ ഒരു ഡ്രാഫ്റ്റിംഗിന്റെ പ്രത്യേകതയാണ് സെക്കൻഡ്ലി മുതലാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ്ലി, തേർഡ്ലി, ഫോർത്ത്ലി. അപ്പൊ 4 ലിംബുകൾ നമ്പർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 300. പക്ഷെ 299 അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ 299 3 ലിംബുകൾ ഉണ്ട്. ആ 3 ലിംബുകൾ എക്സാം എഴുതുന്ന ആൾക്കാര് ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോ നമ്പർ ചെയ്തേ പറ്റൂ. അതായത് ഈ ഇതിലെ വരുന്ന 3 കൺസെപ്റ്റുകൾ ആണ് മർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോമിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ ടേണിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ഈ 299 വരുന്ന
മൂന്ന് സബ്ജക്റ്റുകൾ, മൂന്ന് കൺസെപ്റ്റുകൾ നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ വായിക്കാം. ഹൂവർ 299 ഹൂവർ കോസസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. അപ്പൊ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്, അല്ലെങ്കിൽ നമ്പർ 1 എന്നുള്ളത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത് ആണ്. അത് എക്സാംകാരെ ഒന്ന് ബ്രാക്കറ്റ് ചെയ്തിട്ട് ഒന്ന് നമ്പർ ചെയ്യുക. ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത് ഓർ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അപ്പൊ രണ്ടാമത്തത് സ്പീക്സ് അബൌട്ട് കോസിംഗ് ഓഫ് എൻ ഇഞ്ചുറി. ആദ്യത്തേൽ അങ്ങനെയല്ല, ആൻ ആക്ട് വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്, ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ വരുമ്പോൾ കോസിംഗ് ഓഫ് എ ബോഡ്ലി ഇഞ്ചുറി. അതിൽ ആ ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് എന്നുള്ളത് ബ്രാക്കറ്റ് ചെയ്യുക. അതാണ് അതിലെ കീവേഡ്. ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ആണ് അതിലെ കീവേഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വാളിഫൈഡ് ഇഞ്ചുറിയാണ്. ക്വാളിഫൈഡ് ഇഞ്ചുറി എന്നുള്ള നിലക്ക് അതും സെക്ഷൻ 300 നമ്മൾ ആ ട്രാൻസ്ഫോമിംഗ് പോയിന്റ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക് 300 ഇഞ്ചുറിയുടെ ക്വാളിഫിക്കേഷനിൽ നിന്ന് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ടാണ് ആ കീവേഡ് ലൈക്ലി ടു കോസ് ഡെത്ത്, സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് എന്നുള്ളതിന്റെ പ്രത്യേകത അതാണ്. അതാണ് ഈ മെഡിക്കൽ മാനിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ട് വരുന്നത് ആ വാക്കാണ്. സഫിഷ്യന്റ് ടു കോസ് ഡെത്ത് എന്നും ബോഡ്ലി ഇഞ്ചുറി എന്നുള്ള ആ വാക്കിന്റെ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്, അത് അണ്ടർലൈൻ ചെയ്യണം. ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്, അതൊരു ബോഡ്ലി ഇഞ്ചുറി ആണ്, ലൈക്ലി ടു കോസ് ഡെത്ത് ആണ്. അതും ട്രാൻസ്ഫോമിംഗ് പോയിന്റിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ലൈക്ലിഹുഡ് ഓഫ് കോസിംഗ് ഡെത്ത് ആണ്. അതിന് നമ്പർ 2. മൂന്നാമത്തത് ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് ടു കോസ് ഡെത്ത്. നോളജോട് കൂടിയുള്ള ഒരു ആക്ട്, അതാണ് മൂന്നാമത്തെ ലിമ്പ്. അപ്പൊ ആദ്യത്തെ ലിമ്പ് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്, നമ്പർ 1. നമ്പർ 2 ഇന്റൻഷൻ ഓഫ് കോസിംഗ് സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അപ്പൊ അതിന്റെ മലയാളം നമ്മൾ ഒന്ന് ആലോചിക്കുക. മരണകാരണമായേക്കാവുന്ന ഇഞ്ചുറി, അതാണ് ലൈക്ലി ടു കോസ് ഡെത്ത്. മൂന്നാമത്തത് ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് ടു കോസ് ഡെത്ത്. മൂന്നാമത്തതും ദാറ്റ് ഓൾസോ റെഫേഴ്സ് ടു ആൻ ആക്ട്, നോട്ട് ആൻ ഇഞ്ചുറി. അപ്പൊ നമ്പർ 1 refers to an act, an intentional act. Number 3 refers to an act with knowledge. Number 2 refers to an injury, an intentional injury, and that injury is qualified in the sense that injury is an injury which is likely to cause death. അതാണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇഞ്ചുറിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് ലൈക്ലി ടു കോസ് ഡെത്ത് ആണ്. ഈ 3 ലിമ്പുകളാണ് സെക്ഷൻ 299ന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് ഈ 3 കൺസെപ്റ്റുകൾ തന്നെയാണ് 300ന്റെ 1, 2, 3, 4 മേ ബി സെക്കൻഡിൽ ചിലപ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നാം. ഇല്ലെങ്കിൽ 3 കൺസെപ്റ്റുകൾ തന്നെയാണ് 300 അത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇപ്പൊ ഇതെല്ലാം പറഞ്ഞതില് ഈ ഇല്ലസ്ട്രേഷൻ എ ആണ്. എയില് ഈ 3 സബ്ജക്റ്റുകളും കവർ ചെയ്യുന്നുണ്ട്. ഇന്റൻഷണൽ ആക്ട്, ബോഡ്ലി ഇഞ്ചുറി, നോയിങ്ലി ചെയ്യുന്ന ഒരു ആക്ട്. അതിന് 3നും കൂടി ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. ഇതിലെ ഇല്ലസ്ട്രേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റില് സെക്ഷനെക്കാളും കൂടുതൽ അതിന്റെ വർക്കിംഗ് കാണിക്കുന്നത് ഇല്ലസ്ട്രേഷൻസ് ആണ്. അത് ഈ ഒരു ഹോംസൈഡിലെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് സെക്ഷൻ 300 വരും. ഇല്ലസ്ട്രേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് സെക്ഷൻ അല്ലെങ്കിൽ സബ്ജക്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സബ്ജക്റ്റിനെ ഇല്ലസ്ട്രേഷൻസ് കൺട്രോൾ ചെയ്യല്ല, നേരെ തിരിച്ചാണ് ഈ വിഷയത്തിൽ. ഇല്ലസ്ട്രേഷൻ എ 299. ഇല്ലസ്ട്രേഷൻ എ lays sticks and turf over a pit with the intention of thereby causing death. അതിന്റെ ഫസ്റ്റ് ലിമ്പ് അത് കവർ ചെയ്തു, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. അതാണ് നമ്മൾ മോളില് 1 എന്ന് ഐഡന്റിഫൈ ചെയ്തത്, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഡെത്ത് ഈസ് ലൈക്ലി ടു ബി thereby caused. നോളജും കവർ ചെയ്തു. He said believing with the intention of a lays sticks and turf over a pit with the intention of thereby causing death, or with the knowledge that death is likely to be thereby caused. He said believing the ground to be firm, treads on it, falls in and is killed, has committed the offense of culpable homicide. അപ്പൊ അതിൽ ഇന്റൻഷൻ കവർ ചെയ്യുന്നുണ്ട്, നോളജ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ കോസ് ചെയ്യുന്ന ഇഞ്ചുറി, ഒബ്വിയസ്ലി ഒരു കുഴിയിൽ വീഴുകയാണ്. അപ്പൊ ഒരു കുഴിയിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഞ്ചുറി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലൈക്ലി ടു കോസ് ഡെത്ത് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അത് മരണകാരണമായേക്കാവുന്ന ഇഞ്ചുറി. അപ്പൊ ലൈക്ലി ടു കോസ് ഡെത്ത് ആണോ, സഫിഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് ആണോ എന്നുള്ളത് നോക്കുന്നത് എപ്പോഴും ഇഞ്ചുറിയുടെ പ്രോബബിലിറ്റി അനുസരിച്ചായിരിക്കും. അത് കുഴിയിൽ വീണിട്ടുള്ള അതിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഇതാണ്.
ഡോക്ടർ ബി.ടി. കൗളൊക്കെയാണ് ആ ഒരു തിയറി പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അതായത് ഒരു കുഴിയിൽ വീണിട്ടുന്ന എത്ര പേര് വീണിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 100 പേര് വീണിട്ടുണ്ടെങ്കിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? എന്തായാലും കുഴിയിൽ വീണാൽ എല്ലാവരും മരിക്കാൻ സാധ്യതയില്ല. ഒരു 20-30 പേര് ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഒരു കഴുത്തിൽ വെട്ടുകൊണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? 100 പേർക്ക് വെട്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ കഴുത്തിലാണ് അല്ലെങ്കിൽ തലയിലേക്കാണ് വെട്ടുകൊള്ളുന്നെങ്കിൽ 70-80 പേര് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഡെത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പല എക്സ്പെർട്സും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതിന്റെ ഒരു പ്രോബിലിറ്റി നമ്മൾ നോക്കുക. അപ്പൊ കുഴിയിൽ വീഴുമ്പോൾ മരണ കാരണമായേക്കാവുന്ന ഇഞ്ചുറിയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതാണ് ലൈക്ലി ടു കോസ് ഡെത്ത്. അപ്പൊ അതാണ് അതിന്റെ ക്വാളിഫൈഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇല്ലസ്ട്രേഷൻ എ പറയുന്നത് ഇന്റൻഷണൽ ആയിട്ടോ നോളജോട് കൂടിയോ ഒരാൾക്ക് വേറൊരാളുടെ ആക്ട് കൊണ്ട് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ he has committed the offense of culpable homicide. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ്. അതുകൊണ്ടാണ് ഞാൻ മോളില് നമ്മൾ ആ ഹെഡിങ്ങിന് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന ഒരു ഹെഡിങ് നമ്മൾ തന്നെ എഴുതി ചേർക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇതിന്റെ പണിഷ്മെന്റ് വരുന്നത് 304-ലാണ്. നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഇനി അപ്പൊ ഇതാണ് ഒരു സാധാരണ ഗതിയിൽ ഉള്ള ഒരു കുറ്റകരമായ നരഹത്യ. കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറിന്റെ മലയാളം കുറ്റകരമായ നരഹത്യ എന്നുള്ളതാണ്. ഇനി അതിന്റെ 2 ഇല്ലസ്ട്രേഷൻസ് കൂടി അതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അത് 2 കൺസെപ്റ്റുകളാണ്. അത് ഇയാളുടെ മോഡൽ പറഞ്ഞ ആക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത 2 കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എ നോയിങ്, ഇല്ലസ്ട്രേഷൻ ബി ആണ് വായിക്കുന്നത്. എ നോസ് ഇസ് സെഡ് ടു ബി ബിഹൈൻഡ് എ ബുഷ്. ബി ഡസ് നോട്ട് നോ ഇറ്റ്. എ ഇന്റൻഡിങ് ടു കോസ് or knowing to be likely to cause Is's death induces B to fire at the bush. B fires and kills Iset. Here B may be guilty of no offense, but A has committed the offense of culpable homicide. അപ്പൊ അതില് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ അതില് ഫയർ ചെയ്യുന്നത് ബി ആണ്. പക്ഷെ ബി ഫയർ ചെയ്യുന്ന സമയത്ത് ബിക്ക് അറിയില്ല ഡിസീസ്ഡ് അല്ലെങ്കിൽ വിക്ടിം അതിനപ്പുറം ആ ബുഷിന്റെ അപ്പുറത്തുണ്ടെന്നുള്ള കാര്യം ബിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ബിക്ക് ഒഫൻസ് ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ എക്ക് ഒഫൻസ് ഉണ്ട്. എയുടെ ഒഫൻസ് അബറ്റ്മെന്റ് ആണ്. എ അബറ്റ് ചെയ്തിട്ടാണ് മറ്റേ കൊണ്ട് ഫയർ ചെയ്യുന്നത്. അപ്പൊ 2 കൺസെപ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, an offense can be done through an innocent agent. ബി എന്ന് പറയുന്നത് ആരാണോ ഫയർ ചെയ്യുന്നത് അയാൾ ഇന്നസെന്റ് ഏജന്റ് ആണ്. അയാൾക്ക് ഹി ഈസ് ഷൂട്ടിംഗ് വിത്തൗട്ട് എനി ഇന്റൻഷൻ. നോളജ് ഒന്നുമില്ല അയാൾക്ക്. അതിന്റെ പുറകിൽ ആളുണ്ടെന്ന് അറിയാതെയാണ് അയാൾ ഫയർ ചെയ്യുന്നത്. സോ ഹി ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇന്നസെന്റ് ഏജന്റ്. അതായത് ഇന്നസെന്റ് ഏജന്റ് വഴിയും ഓഫൻസ് ആകാം. 2, അതിന്റെ ആ ഇല്ലസ്ട്രേഷനിൽ പറയുന്നത് എ ഹാസ് കമ്മിറ്റഡ് ഓഫൻസ് ഓഫ് കൾപ്പബിൾ ഹോംസൈഡ് എന്ന് പറയുന്നുണ്ട്. ആ ഇല്ലസ്ട്രേഷൻ അവസാനിക്കുന്നത് അങ്ങനെയാണ്, എ ഹാസ് കമ്മിറ്റഡ് കൾപ്പബിൾ ഹോംസൈഡ്. പക്ഷെ അങ്ങനെ വരുമ്പോ നമ്മൾ 299 സ്റ്റാർട്ടിംഗ് വേർഡ്സ് നോക്കുക. ഹൂവർ കോസസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് എന്നതാണ്. ഹൂവർ കോസസ് ഡെത്ത്. അപ്പൊ ഇതിൽ ആരാണ് ഡെത്ത് കോസ് ചെയ്തത്? ആരാണ്? ബി ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോ അങ്ങനെ ഒരു തർക്കം എടുക്കാതിരിക്കാനുണ്ട്. അപ്പൊ എക്ക് എന്ത് തർക്കം എടുക്കാൻ പറ്റും? എക്ക് പറയാം ഞാനല്ല ഷൂട്ട് ചെയ്തത്. യുവർ സ്റ്റാറ്റ്യൂട്ട് സ്റ്റാർട്ട് വിത്ത് ദ വേർഡ് ഹൂവർ കോസസ് ഡെത്ത്. ഇറ്റ് വാസ് ബി ഹൂ കോസ്ഡ് ഡെത്ത്, നോട്ട് മീ. അങ്ങനെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ടാണ്, അബറ്ററിനെ കൂടി ഉൾപ്പെടുത്താനായിട്ടും ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡൺ ത്രൂ ആൻ ഇന്നസെന്റ് ഏജന്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുമാണ് ഇല്ലസ്ട്രേഷൻ ബിയിൽ അപ്രകാരം ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത്. സി, എ ബൈ ഷൂട്ടിംഗ് അറ്റ് എ ഫോൾ വിത്ത് ഇന്റന്റ് ടു കിൽ ആൻഡ് സ്റ്റീൽ ഇറ്റ് kills B, who is behind a bush. A not knowing that he was there. Here, although A was doing an unlawful act, he was not guilty of culpable homicide, as he did not intend to kill B or to cause death by doing an act that he knew was likely to cause death. ഈ സെക്ഷൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇല്ലസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫേർഡ് മാലിസ് ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള വിഷയമാണ് 301-ലാണ് ട്രാൻസ്ഫേർഡ് മാലിസിനെ കുറിച്ച് പറയുന്നത്. അതായത് എ ഫയർ ചെയ്യുന്നു, വെടി മാറിയിട്ട് ബിക്ക് കൊള്ളുന്നു, ബി മരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എ മരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് എന്താണ് ലയബിലിറ്റി? ആ ലയബിലിറ്റി വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ കില്ലിംഗ് ഓഫ് ബി. അതാണ് ട്രാൻസ്ഫേർഡ് മാലിസ്. ഈ ഇല്ലസ്ട്രേഷൻ ചിലപ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം. ഇത് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 1601 എഡ്വേർഡ് കുക്ക് എന്ന് പറയുന്ന ജൂറിസ്റ്റ് ഒരു തിയറി കൊണ്ടുവന്നു. അതായത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ട്രാൻസ്ഫേർഡ് മാലിസിന്റെ തിയറി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ചിട്ട് ഒരു ബേർഡിനെ അല്ലെങ്കിൽ ഒരു ആനിമലിനെ ഫയർ ചെയ്യുകയോ ആനിമലിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അത് മാറി ഒരു ഹ്യൂമൻ ബീയിങ് മരിച്ചാല് ആ സമയത്തും ട്രാൻസ്ഫേർഡ് മാലിസ് ആപ്ലിക്കബിൾ ആണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. പക്ഷെ അത് ആ തിയറി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അന്നത്തെ ജൂറിസ്റ്റുകൾ തയ്യാറായിരുന്നില്ല. അതായത് മാലിസ് വിൽ നോട്ട് ട്രാൻസ്ഫർ ലൈക്ക് ദാറ്റ് എന്നുള്ള ഒരു തിയറി. മാലിസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ഹ്യൂമൻ ബീയിങ് ടു ഹ്യൂമൻ ബീയിങ്, അത് പോസിബിൾ ആണ്. ഫ്രം ആനിമൽ ടു ആനിമൽ, അത് പോസിബിൾ ആണ്.
ഫ്രം ആനിമൽ ടു ഹ്യൂമൻ ബീങ് ഓർ വൈസ് വേഴ്സ, അല്ലെ അതായത് ഹ്യൂമൻ ബീങ് ടു ആനിമൽ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, ദാറ്റ് കനോട്ട് ബി എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഈ ഒരു ഇല്ലസ്ട്രേഷൻ അവിടെ വെച്ചിട്ടുള്ളത്. എഡ്വേർഡ് കുക്കിന്റെ തിയറിന്റെ മീറ്റ് ചെയ്യാനായിട്ടാണ് ആ ഇല്ലസ്ട്രേഷൻ. അതിലൊരു ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം, എന്തുകൊണ്ടാണ് അതിൽ അയാൾക്ക് കൾപ്പബിലിറ്റി ഇല്ലേ, റാഷണസ് ഓർ നെഗ്ലിജൻസ്, അതിൽ കൾപ്പബിലിറ്റി ഇല്ലേ എന്ന് തോന്നാം. കൾപ്പബിലിറ്റി ഉണ്ട്, അത് പറഞ്ഞിട്ടില്ല. പറയാത്ത കാരണം വെച്ച് കഴിഞ്ഞാല് 304A സബ്സിക്വന്റ് ആയിട്ടാണ് വന്നത്. 1870 304A വന്നത്. അതുകൊണ്ടാണ് ആ വിഷയം ആ ഇല്ലസ്ട്രേഷനിൽ ചേർക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളിപ്പോഴും 1860 നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതിൽ ഒരു ഇല്ലസ്ട്രേഷനിൽ ഒരു വാക്ക് ആഡ് ചെയ്യേണ്ടതാണ്, അതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും നിൽക്കട്ടെ. അപ്പൊ ഈ രണ്ട് ഇല്ലസ്ട്രേഷൻസിൽ കൂടിയിട്ടാണ് ഇന്നസെന്റ് ഏജന്റ് എന്നുള്ളതും കോസേഷൻ, ബിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കോസേഷൻ. കോസേഷൻ നീഡ് നോട്ട് ബി ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ബി. സിനെ സംബന്ധിച്ച് ഇതാണ് ട്രാൻസ്ഫർ മാലിസിന്റെ തിയറിയാണ് സി. ഇത് സബ്ജക്ട് ഈ ഇതും അതിന് താഴെ പറയുന്ന രണ്ട് എക്സ്പ്ലനേഷൻസ്, അതും കൂടി നോക്കിയിട്ട് നമുക്ക് 300ലേക്ക് പോകാം. എക്സ്പ്ലനേഷൻ 1, ഇതെല്ലാം തിയറീസ് ആണ്, തിയറിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. Expression 1. A person who causes bodily injury to another who is laboring under a disorder, disease or bodily infirmity and thereby accelerates the death of the other shall be deemed to have caused his death. ഇത് രണ്ട് സിറ്റുവേഷൻസ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് 300ന്റെ ക്ലോസ് 2. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, 300ന്റെ ക്ലോസ് 2 ചിലപ്പോൾ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കാം. അത് നമുക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഒന്നത് ഒരു അസുഖമുള്ള ഒരാളെ ഒരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ഡീംഡ് ടു ഹാവ് കോസ്ഡ് ഡെത്ത്. രണ്ട്, യുത്തനേഷ്യ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതാണ് അതിന്റെ കീവേഡ് എന്ന് പറയുന്നത് ആക്സലറേറ്റ്സ് എന്നുള്ള വാക്കാണ്. നമ്മളെല്ലാവരും മരിക്കും, ഏതെങ്കിലും കാലത്ത് മരിക്കും. പക്ഷെ നമ്മളുടെ ഒന്നും ഡെത്ത് മറ്റൊരാൾക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡെത്ത് കോസ് ചെയ്യാൻ പറ്റും, നമ്മളെ കൊല്ലാൻ പറ്റും, മരണകാരണമായിട്ടുള്ള ഇഞ്ചുറീസ് ഇൻഫ്ലിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ അവരുടെ ഡെത്ത് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അത്ര ഒരു ഡൈങ് പേഷ്യന്റ്, ഡൈങ് ഡെസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ യുത്തനേഷ്യ ആവശ്യമുള്ള ഒരാളെ അയാൾക്ക് മാത്രമേ ആക്സിലറേറ്റിംഗ് ദ ഡെത്ത് പറ്റുള്ളൂ. അയാളുടെ ഡെത്ത് വേണമെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യാം. മരുന്ന് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഡ്രിപ്പ് കൊടുക്കുന്നതിന് സ്പീഡ് കൂട്ടുകയോ സ്പീഡ് കുറയ്ക്കുകയോ അങ്ങനെ ഏതെങ്കിലും വളരെ ചെറിയൊരു കോസേഷനിൽ കൂടി വേണമെങ്കിൽ അയാളുടെ ഡെത്ത് വേണമെങ്കിൽ കോസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെത്ത് ആക്സിലറേറ്റ് ചെയ്യാം. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും യു വിൽ ബി ലയബിൾ ഫോർ ഹോമിസൈഡ്. പണിഷ്മെന്റ് മേ ബി ഡിഫറെന്റ്, ചെറിയ പണിഷ്മെന്റ് ആയിരിക്കാം. ദാറ്റ്സ് എ ഡിഫറെന്റ് ആസ്പെക്ട്. അതിലേക്ക് അത് 304 അത് ടേക്കൻ കെയർ ബൈ 304 പാർട്ട് 2. അതാണ് യുത്തനേഷ്യ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണത്. പ്ലസ് 300ന്റെ ക്ലാസ് 2 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കും. എക്സ്പ്ലനേഷൻ 2, where death is caused by bodily injury, the person who causes such bodily injury shall be deemed to have caused his death, although by resorting to proper remedies and skillful treatment, death might have been prevented. അതൊരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തു, അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അയാൾ മരിച്ചു പോയത്. പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു. അയാളുടെ തർക്കങ്ങൾ എടുക്കാനായിട്ട് സമ്മതിക്കില്ല. ആ ഡിഫൻസും ഭാരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കാലത്ത് 1860 ഈ സ്റ്റാറ്റ്യൂട്ട് വരുമ്പോ ആ കാലത്ത് ധാരാളം കോളനീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, കോളനീസ് ഉള്ളതെല്ലാം അവിടെയാണ് പ്രീ കൗൺസിലൊക്കെയാണ് അപ്പീലൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഈ കോളനീസിലെ ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പറഞ്ഞാൽ ആ കാലത്ത് നമുക്കിവിടെ കേരളത്തിലൊക്കെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് തന്നെ സംശയമാണ്. പക്ഷെ ആ കാലത്ത് തന്നെ ഇംഗ്ലണ്ടില് അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളില് സ്കോട്ട്ലൻഡിലെ UK ആണെങ്കിൽ ധാരാളം ഹോസ്പിറ്റലുകളും ട്രീറ്റ്മെന്റുകളും എല്ലാം പോസിബിൾ ആണ്, അവൈലബിൾ ആയിരുന്നു. പക്ഷെ അപ്പോൾ ഒരു ഇഞ്ചുറിനെ സംബന്ധിച്ചുള്ള കൺസിഡറേഷൻ അവിടെ വരുമ്പോഴും ഇംഗ്ലണ്ടിൽ വരുമ്പോഴും ഏതെങ്കിലും കോളനിയിൽ വരുമ്പോഴും ദാറ്റ് വിൽ ബി ഡിഫറെന്റ്. അപ്പൊ സഫിഷ്യന്റ് ആണോ ലൈക്ലി ആണോ എന്നുള്ള തർക്കങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ മാൻ്റെ ഒപ്പീനിയൻ വരുമ്പോൾ ദാറ്റ് മേ ആക്ട് ഡിഫറെന്റ്ലി. ആ കൺസെപ്റ്റിനെ ഡിഫറെന്റ് ആകാം. അതുകൊണ്ടാണ് ആ ഒരു ഡിഫൻസ് സ്ട്രൈക്ക് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് യു വിൽ ബി ലയബിൾ ഫോർ വാട്ട് എവർ ദ ഇഞ്ചുറി യു ഹാവ് കോസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അതാണ് എക്സ്പ്രഷൻ 2. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇതാണ് അത് സാധാരണഗതിയിൽ ഒരാൾ ഇന്റൻഷനോട് കൂടിയോ നോളജോട് കൂടിയോ മറ്റൊരാൾക്ക് ഒരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തിട്ട് അയാളുടെ മരണത്തിന് കാരണമാക്കിയാൽ, അയാളെ കൊന്നാല് അയാള് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ, കുറ്റകരമായ നരഹത്യ ചെയ്തതായിട്ട് കണക്കാക്കും. അതിന്റെ പണിഷ്മെന്റ് 304ന്റെ പാർട്ട് 1 വരുന്ന തരത്തില് ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ട് ആണെന്നുണ്ടെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് മാക്സിമം, മിനിമം 10 years. നോളജോട് കൂടിയുള്ള ആക്ട് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 10 years, മിനിമം ഫൈൻ.
അതാണ് യുത്തനേഷ്യ പോലുള്ള കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടാണ് മിനിമം ഫൈൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് 304 പാർട്ട് 2. യുത്തനേഷ്യ ചെയ്ത ക്ലിയർ കേസ് ഓഫ് യുത്തനേഷ്യ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ഇംപ്രിസൺമെന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 100 രൂപ ഫൈനോ 1000 രൂപ ഫൈനോ എന്തെങ്കിലും കൊടുത്തിട്ട് വേണമെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ്. അതാണ് 304 പാർട്ട് 2ന്റെ പണിഷ്മെന്റ് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, എന്തുകൊണ്ടാണ് ഒരു ഹോംസൈഡിന് ഫൈൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ, എന്തിനാണ് അങ്ങനെ നിർത്തിയിട്ടുള്ളത്? അതിന്റെ പർപ്പസ് ഇതാണ്. ഇനി നമുക്ക് മർഡർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കാം. 300 മർഡർ പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ എന്താണ് കൾപ്പബിൾ ഹോംസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്നാക്കണം. എക്സാമിനേഷനുള്ള ആൾക്കാർ കൾപ്പബിൾ ഹോംസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് അതിന്റെ ഹെഡിങ് കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഇത് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്? അതിൽ ആ ഫസ്റ്റ് ഒരു ലൈൻ നമ്മളിപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ടാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. എക്സെപ്റ്റ് ഇൻ ദ കേസസ് ഹിയർ ആൻഡ് ആഫ്റ്റർ എക്സെപ്റ്റഡ്. അത് നമ്മൾ തൽക്കാലം ഒഴിവാക്കുകയാണ്. ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുക, പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വായിക്കാം. കൾപ്പബിൾ ഹോമിസൈഡ് ഈസ് മർഡർ if the act by which the death is caused is done with the intention of causing death. അപ്പൊ ഇന്റൻഷൻ ആയിട്ടുള്ള ഒരു കോസിംഗ് ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മർഡർ എന്നാണ് 300 പറയുന്നത്. പക്ഷെ ഇപ്പൊ 299 ഇത് തന്നെയല്ലേ പറഞ്ഞത്? 299 ഫസ്റ്റ് ലിംബ് എന്തായിരുന്നു? ഇന്റൻഷൻ ആയിട്ടുള്ള ഒരു ആക്ട്. ഇന്റൻഷണൽ ആക്ട് കൊണ്ട് ഒരാളുടെ ഡെത്ത് കോസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. പക്ഷെ അതിൽ പറഞ്ഞതിന് ശേഷം ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തു, ഇന്റൻഷണൽ ആക്ട് ആണെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സെക്ഷനിൽ വീണ്ടും പറയുകയാണ് ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ട് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മർഡർ. അപ്പൊ ഇതാണ് എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ ഇല്ലസ്ട്രേഷനിൽ കൂടിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ 300ന്റെ ഫസ്റ്റ്ലി സെക്കൻഡ്ലി, ഫസ്റ്റ്ലി എഴുതിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ്ലി സെക്കൻഡ്ലി തേർഡ്ലി ഫോർത്തിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ഇല്ലസ്ട്രേഷൻസ് ആണ് ഉള്ളത്. ഇല്ലസ്ട്രേഷൻ എ എന്ന് പറയുന്നത് ഫസ്റ്റ്ലിയുടെ ആണ്, ഇല്ലസ്ട്രേഷൻ ബി സെക്കൻഡ്ലിയുടെ ആണ്, ഇല്ലസ്ട്രേഷൻ സി തേർഡ്ലിയുടെ ആണ്, ഇല്ലസ്ട്രേഷൻ ഡി ഫോർത്തിലിയുടെ ആണ്. ഇത് കൺഫ്യൂസ് ചെയ്ത് നമ്മൾ വായിച്ചാൽ ഒരിക്കലും നമുക്ക് സബ്ജക്ട് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന സെക്ഷൻ വായിച്ചതിന് ശേഷമാണ് ഇല്ലസ്ട്രേഷൻ വായിക്കുന്നത്. സെക്ഷൻ ഈ 1, 2, 3, 4 വായിച്ചതിന് ശേഷം ഈ 4 ഇല്ലസ്ട്രേഷൻസ് വായിച്ചാൽ ഒരു കാലത്ത് നമുക്ക് സബ്ജക്ട് എന്താണെന്ന് മനസ്സിലാവില്ല. അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടതാണ്. അപ്പോൾ ഫസ്റ്റ്ലി വായിച്ചതിന് ശേഷം ഇല്ലസ്ട്രേഷൻ എ മാത്രം വായിക്കുക. ഇല്ലസ്ട്രേഷൻ ബിയോ സിയോ ഡിയോ വായിക്കരുത്. ഫസ്റ്റ്ലി വായിക്കുക, ഇല്ലസ്ട്രേഷൻ എ വായിക്കുക. ഫസ്റ്റ്ലി ഒന്നും കൂടി വായിച്ചിട്ട് ഇല്ലസ്ട്രേഷൻ എ വായിക്കുക. കൾപ്പബിൾ ഹോമിസൈഡ് ഈസ് മർഡർ if the act by which the death is caused is done with the intention of causing death. അത് ഇന്റൻഷനോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മർഡർ എന്ന് പറയാണ്. എന്നിട്ട് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ത്രൂ ഇല്ലസ്ട്രേഷൻ എ. യു നീഡ് ടു റീഡ് ഓൺലി ഇല്ലസ്ട്രേഷൻ എ. പ്ലീസ് ഡോണ്ട് റീഡ് എനി അതർ ഇല്ലസ്ട്രേഷൻസ്. എ ഷൂട്ട്സ് ഇസഡ് with the intention of killing him. ഇസഡ് dies in consequence. എ commits murder. ഒന്നുകൂടി വായിക്കാം. അതിന്റെ കീവേഡ്സ് നിങ്ങൾ തന്നെ ജൂനിയേഴ്സ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്താണ് അതിന്റെ കീവേഡ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കുക. എ ഷൂട്ട്സ് ഇസഡ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കില്ലിംഗ് ഹിം. ഇസഡ് ഡൈസ് ഇൻ കോൺസിക്വൻസ്. എ കമ്മിറ്റ്സ് മർഡർ. ഈ കൺസെപ്റ്റും നേരത്തെ പറഞ്ഞത് എന്താണ് ഒരു എ ലേ സ്റ്റിക്സ് ആൻഡ് ടഫ് ഓവർ എ പിറ്റ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ദെയർ ബൈ കോസിംഗ് ഡെത്ത് എന്ന് 299 എയിൽ പറഞ്ഞു. ആ ഇല്ലസ്ട്രേഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇതിലെ കീവേഡ്സ് എന്താണ് എന്ന് നോക്കുമ്പോൾ 2 കീവേഡ്സ് കാണാം. ഒന്ന് ആക്ടസ് റിയേഴ്സിനെ സംബന്ധിച്ചും 2 ഇന്റൻഷൻ സംബന്ധിച്ചും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബുക്ക് കയ്യിൽ വേണമെന്ന് പറഞ്ഞതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ ഫോണൊക്കെ അവൈലബിൾ ആയിരിക്കും. ഫോണിൽ ഇപ്പൊ എടുത്ത് നോക്കിയാലും മതി. എ ഷൂട്ട്സ്. അപ്പൊ ഇവിടെ ഇല്ലസ്ട്രേഷനിൽ പറയുന്ന ഷൂട്ട്സ്. അപ്പൊ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു ഡേഞ്ചറസ് വെപ്പൺ ആണ്. അപ്പൊ ഇംഗ്ലീഷ് ലോയില് ഡേഞ്ചറസ് വെപ്പൺ റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അതായത് ഡേഞ്ചറസ് വെപ്പൺ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദ പ്രീമെഡിറ്റേറ്റഡ് മാലിസ്. അയാൾക്ക് നേരത്തെ തീരുമാനിച്ചുറച്ചതാണ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു മെത്തേഡാണ് എന്ത് വെപ്പണാണ് ഉപയോഗിച്ചത്. എ ഷൂട്ട്സ്. അപ്പൊ ഷൂട്ടിങ്ങിന് ഡേഞ്ചറസ് വെപ്പൺ ഉപയോഗിച്ചു വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കില്ലിംഗ് ഹിം. അവിടെ കില്ലിംഗ് എന്നുള്ള വാക്കാണ് അടുത്തൊരു കീവേഡ് അല്ലെങ്കിൽ ക്ലൂ എന്ന് പറയുന്ന കില്ലിംഗ് എന്നുള്ള വാക്കാണ്. 299 എയിൽ പറഞ്ഞത് ഇന്റൻഷൻ ഓഫ് ദെയർ ബൈ കോസിംഗ് ഡെത്ത് എന്നാണ്. അപ്പൊ മരണ കാരണമാകാവുന്ന ഒരു കാര്യം എന്ന് 299 എയിൽ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ കില്ലിംഗ് എന്ന് പറഞ്ഞു. കില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലുക. മറ്റേത് മരണം സംഭവിപ്പിക്കുക അല്ലെങ്കിൽ മരണകാരണമാക്കുക. അപ്പൊ ഒരു ചെറിയൊരു വാക്കിന്റെ വ്യത്യാസമില്ല. കോസിംഗ് ഡെത്ത് എന്നുള്ള വാക്ക് ഇങ്ങോട്ട് വന്നിട്ട് കില്ലിംഗ് എന്നുള്ളൊരു വാക്കിലേക്ക് മാറ്റിയിട്ട് അവിടെ ടർഫ് വിരിച്ചു എന്നുള്ളതിന് പകരം ഇവിടെ മാറ്റിയിട്ട് ഷൂട്ട്സ് നാക്കി. അപ്പൊ ആക്ടസ് റിയേഴ്സും മെൻസ് റിയും രണ്ടിന്റെ കോമ്പിനേഷൻ ഹൈ ആയിട്ട് കാണിക്കുകയാണ്. അപ്പൊ കുഴിയിൽ വീണ് മരിക്കാൻ ഉള്ള സാധ്യത എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് കോസ് ഡെത്ത് ആണ്. മേ ബി ഒരു 20% 30% ആയിരിക്കും അതിന്റെ ലൈക്ലിഹുഡ് ഓഫ് ഡെത്ത്. പക്ഷെ ഒരു വെടികൊണ്ട് മരിക്കുക എന്നുള്ളതിന്റെ ലൈക്ലിഹുഡ് ഓഫ് ഡെത്ത് ഇസ് സോ ഹൈ, അതിന്റെ പ്രോബബിലിറ്റി സോ ഹൈ. അതുകൊണ്ടാണ് ഇത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ ഒരു കൺസെപ്റ്റ് രണ്ടും ഇന്റൻഷണൽ ആണ്.
രണ്ടിലും ആക്ട് ഉണ്ട്, രണ്ടിലും ഡെത്ത് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ആക്ടില് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇസ് ലെസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുഴിയിൽ വീണാണ് മരിക്കുന്നത്. രണ്ടാമത്തതല്ല, പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇസ് വെരി ഹൈ. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ വെടികൊണ്ടാണ് മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് കൂടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കൂടുന്നതുകൊണ്ടും അതിന്റെ പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള മെന്റൽ എലമെന്റ് കോസ് ആൻഡ് ഡെത്ത് എന്നുള്ള മാറ്റിയിട്ട് കില്ലിംഗ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നു, ഡേഞ്ചറസ് വെപ്പണും കൂടി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് അത് കാണിക്കുന്നത്. ഇഫ് ദ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് ഇസ് സോ ഹൈ ആൻഡ് ദ ഇന്റൻഷൻ ടു കിൽ ഇസ് സോ ഹൈ ആൻഡ് ഇഫ് യു ആർ യൂസിംഗ് എ ഡേഞ്ചറസ് വെപ്പൺ വിത്ത് ദ പ്രീമെഡിറ്റേറ്റഡ് മാലിസ്, then you are liable for murder. അതാണ് സെക്ഷൻ ആ ഇല്ലസ്ട്രേഷൻ എ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫസ്റ്റ്ലി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പൊ ഫസ്റ്റ്ലി എന്ന് പറയുന്നത് 299 നമ്മൾ നേരത്തെ നമ്മൾ നമ്പർ കൊടുത്ത 1 ആണ് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. അതിന്റെ ട്രാൻസ്ഫോമിംഗ് ആണ് ഇതിന്റെ 300ന്റെ ഫസ്റ്റ്ലിയിൽ കാണുന്നത്. നമ്മൾ 1 എന്ന് നമ്പർ കൊടുത്തു, നമ്മൾ കൊടുത്ത നമ്പറാണ് 299. ഇവിടെ സൈപ്പ് കൊടുത്ത നമ്പറാണ് ഫസ്റ്റ്ലി. ആ ഫസ്റ്റ്ലിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇല്ലസ്ട്രേഷൻ എയിൽ കൂടിയാണ്. ഇനി സെക്കൻഡ്ലി നമുക്ക് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം, നമുക്കത് തിരിച്ചു വരാം. തേർഡ്ലി നോക്കിയിട്ട് തിരിച്ചു വരാം. തേർഡ്ലി നോക്കുന്നതിന് മുമ്പ് നമുക്ക് 299 സെക്കൻഡ് നമ്മൾ കൊടുത്ത നമ്പർ, സെക്കൻഡ് നമ്പർ ഏതാണെന്ന് നോക്കാം. ഓർ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അത് ഒന്ന് ബോഡ്ലി ഇഞ്ചുറി ആണ്, 2 ക്വാളിഫൈഡ് ഇഞ്ചുറി ആണ്. ക്വാളിഫിക്കേഷൻ എന്താണ്? ലൈക്ലി ടു കോസ് ഡെത്ത് ആണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാൻ നേരത്തെ വിട്ടുപോയവര് അല്ലെങ്കിൽ നേരത്തെ ആവശ്യമില്ലാന്ന് തോന്നിയവർ ഇപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ലൈക്ലി ടു കോസ് ഡെത്ത്. ഇനി നമുക്ക് ഇതിന്റെ തേർഡ്ലി വായിക്കാം, 300ന്റെ തേർഡ്ലി വായിക്കാം. അതായത് ഒരു ഇന്റൻഷണൽ ഇഞ്ചുറി, ആ ഇഞ്ചുറി എപ്പോഴാണ് ഇതിലേക്ക് മാറുന്നത്, മേർഡർ എന്ന കൺസെപ്റ്റിലേക്ക് മാറുന്നത്, കുറ്റകരമായ നരഹത്യ കൊലപാതകത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ് എന്ന് അവിടെ നോക്കാം. തേർഡ്ലി, സെക്കൻഡ്ലി സ്കിപ്പ് ചെയ്യാണ്, തിരിച്ചു വരാം. ഇഫ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡ്ലി ഇഞ്ചുറി ടു എനി പേഴ്സൺ. അപ്പൊ ഇന്റൻഷനും ഉണ്ട്, ബോഡ്ലി ഇഞ്ചുറി ഉണ്ട്, രണ്ട് പ്രസന്റ് ആണ്. And the bodily injury intended to be inflicted is sufficient in the ordinary course of nature to cause death. അവിടെ വന്നപ്പോ ഇഞ്ചുറിയുടെ ക്വാളിഫിക്കേഷൻ മാറി. നേരത്തെ ലൈക്ലി ടു കോസ് ഡെത്ത് എന്ന് പറഞ്ഞു, ഇവിടെ വന്നപ്പോ സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് എന്നായി. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ 1800 വാക്കുകളിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള വാക്ക് ഇതാണ്, സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. ക്രൂഷ്യൽ ഞാൻ പറയാൻ കാരണം എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് കൂടി പറയുകയാണ്. ജഡ്ജ്മെന്റ് റൈറ്റിംഗിൽ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഡോക്ടറിന്റെ മൊഴിയിൽ, ജഡ്ജ്മെന്റ് റൈറ്റിംഗിൽ നമുക്ക് ഡോക്ടറിന്റെ ഇത് തന്നിട്ടുണ്ട്, ഡോക്ടറിന്റെ മൊഴിയിൽ ഈ വാക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സഫിഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് ഡോക്ടർ മൊഴി തന്നിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ ആൾ ഉദ്ദേശിക്കുന്നത് ഇഫ് യു ആർ കൺവിക്ടിങ് ചെയ്യണം നിർബന്ധമില്ല, ഇഫ് യു ആർ കൺവിക്ടിങ് യു ഹാവ് ടു കൺവിക്ട് അണ്ടർ 300 ആൻഡ് പണിഷ് ഹിം അണ്ടർ 302 എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡോക്ടറിന്റെ ഒപ്പീനിയനിൽ ലൈക്ലി ടു കോസ് ഡെത്ത് എന്ന് മാത്രമല്ല എന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ കൺവിക്ടിങ് യു ഹാവ് ടു കൺവിക്ട് അണ്ടർ 299 ആൻഡ് യു ഹാവ് ടു ഇൻഫ്ലിക്ട് പണിഷ്മെന്റ് അണ്ടർ 304. അതെപ്പോഴും എക്സാം എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, 1800 വാക്കുകളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന ഏക വാക്ക് എന്ന് പറയുന്നത് സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് എന്നുള്ള ആ ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് ആണ്. അതും ലൈക്ലി ടു കോസ് എന്നുള്ള ആ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അതിന്റെ ട്രാൻസ്ഫോമിംഗ് പോയിന്റ്. രണ്ട് കേസിലോ അതിന് ശേഷം നമുക്ക് പറയാം, അപ്പോഴേക്കും അത് ആ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. തേർഡ്ലി, ഇഫ് ഇറ്റ് ഇസ് ഡൺ വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡ്ലി ഇഞ്ചുറി ടു എനി പേഴ്സൺ ആൻഡ് ദ ബോഡ്ലി ഇഞ്ചുറി intended to be inflicted is sufficient ordinary course of nature to cause death. അപ്പൊ സഫീഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ that will transform to the concept of murder. Not amounting to murder will transform to concept of murder. ഇനി അതിന്റെ ഇല്ലസ്ട്രേഷൻ സി വായിക്കാം. ഇത് വായിക്കുമ്പോൾ ഇല്ലസ്ട്രേഷൻ സി മാത്രമേ വായിക്കാൻ പാടുള്ളൂ, എയോ ബിയോ ഡിയോ വായിക്കരുത്. വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടലി കൺഫ്യൂസ്ഡ്. സി, എ intentionally gives Z a sword cut or club wound sufficient to cause the death of a man in the ordinary course of nature. അതൊരു വാള് കൊണ്ട് വെട്ടുകയോ അല്ലെങ്കിൽ ഗത കൊണ്ട് അടിക്കുകയോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സഫീഷ്യന്റ് ആണ്. സാധാരണഗതിയിൽ അത്ര ഒരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഫീഷ്യന്റ് ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ്. അപ്പൊ മലയാളം എന്ന് പറഞ്ഞൊക്കെ സാധാരണഗതിയിൽ മരണം സംഭവിക്കാവുന്ന, മറ്റേതങ്ങനെയല്ല മരണകാരണമായേക്കാവുന്ന, ലൈക്ലി ടു കോസ്റ്റ് എന്ന് പറയുന്നത് മരണകാരണമായേക്കാവുന്ന, ഇതങ്ങനെയല്ല സാധാരണഗതിയിൽ മരണം സംഭവിക്കുന്ന വാളുകൊണ്ട് വെട്ടുകയാണ്. മറ്റേതിൽ കുഴിയിൽ ചാടിച്ചിട്ടേ ഉള്ളൂ, ഇതിൽ വാളുകൊണ്ട് വെട്ടുകയോ ഗത കൊണ്ട് അടിക്കുകയോ ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് സഫീഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. Z dies in consequence. Here, ഈ അടുത്ത ലൈനാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ലൈനാണ്. ഹിയർ എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ
although he may not have intended to cause Z's death. അപ്പൊ ഇസെറ്റിന്റെ ഡെത്ത് കോസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഇയാൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. നമ്മൾ രജ്വന്ത് സിംഗ് 1966 സുപ്രീം കോർട്ട് 1874 അത് വായിക്കുമ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, എന്നാലും ഇപ്പോൾ എഴുതുന്നവർക്ക് എഴുതാം. 1966 സുപ്രീം കോർട്ട് 1874 രജ്വന്ത് സിംഗ്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ആ ജഡ്ജ്മെന്റ് റെൻഡർ ചെയ്തിട്ടുള്ളത്. 66 സുപ്രീം കോർട്ട് 1874. അപ്പൊ അതില് ഈസ് ഗിൽറ്റി ഓഫ് മർഡർ ഓൾദോ ഹി മേ നോട്ട് ഹാവ് ഇന്റൻഡഡ് ടു കോസ് ഇസെറ്റ്സ് ഡെത്ത്. അപ്പൊ ഡെത്ത് കോസ് ചെയ്യാനുള്ള ഇന്റൻഷൻ വേണ്ട എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റൻഷൻ അല്ലാത്ത ഒരു ആക്ട്, എങ്ങനെയാണ് ഇന്റൻഷൻ അല്ലാത്ത ആക്ട് ഒരു മർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നത്? അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സീലില് അതിന് മുൻപുള്ള സിറ്റുവേഷനിൽ, ആ ഇല്ലസ്ട്രേഷനില് അതിന് മുമ്പ് ഇന്റൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. എ ഇന്റൻഷനലി ഗീവ്സ് ഇസ് എ ഡേ സോട്ട് കട്ട്. അപ്പൊ ഇന്റൻഷൻ ഷുഡ് ബി ദർ. ഇന്റൻഷൻ എന്തിനായിരിക്കണം? ഇന്റൻഷൻ ഷുഡ് ബി ടു ഇൻഫ്ലിക്റ്റ് ആൻ ഇഞ്ചുറി ആൻഡ് ദാറ്റ് ഇഞ്ചുറി ഇസ് എ ക്വാളിഫൈഡ് ഇഞ്ചുറി. അവിടെയാണ് ആ ഒരു ക്വാളിഫൈഡ് ഇഞ്ചുറി, ക്വാളിഫൈഡ് ഇൻ ദ സെൻസ് സഫീഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ് ഇയാള് ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ whatever be his intention with regard to death അല്ലെങ്കിൽ murder, that intention is immaterial. If you have intended an injury which is sufficient in the ordinary course of nature to cause death, then you will be liable for murder. അതാണ് അതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. ഇതാണ് ഞാൻ നിങ്ങൾ സുപ്രീം കോർട്ട് വായിക്കുന്നു വിചാരിക്കുന്നു. ഇനി വായിക്കാൻ സമയം കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ അതിന് സമയമില്ലാത്തവരെ സംബന്ധിച്ച് ജസ്റ്റ് അതിന്റെ ഫാക്ട്സ് പറയാം. ആ കേസിൽ ക്ലോറോഫോം, മൂക്കില് ക്ലോറോഫോം വെച്ചിട്ട് പഞ്ഞി വെച്ചിട്ട് ക്ലോറോഫോം ഡ്രോപ്പ് ഇട്ടു, ഇയാൾ ഉറങ്ങി കിടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. പക്ഷെ ദാറ്റ് ഈസ് സഫീഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അത് പ്രതികളുടെ തർക്കം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് നോളജ് ഓഫ് ദ അക്യൂസ് റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ദ ഇഞ്ചുറി ഇസ് ഇമ്മിറ്റീരിയൽ. ഇറ്റ് ഈസ് ഫോർ ദ മെഡിക്കൽ മാൻ ടു സ്പീക്ക്. മെഡിക്കൽ മാൻ പറയാണ്, പോസ്റ്റ്മോർട്ടം ഡോക്ടർ പറയാണ് ദാറ്റ് ഈസ് സഫീഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ബി യുവർ ഇന്റൻഷൻ, your intention may be to make that person sleep for a while. That may be your intention, but if that injury is a qualified injury within the meaning of clause 3 of 300, then you will be liable for murder. Adana, your intention need not be to cause death, but you should intend that particular injury. Other injury endana chloroform കൊടുത്തിട്ട് അയാളെ മടക്കി കിടത്തുക, അതൊരു ഡിസോർഡർ ആണ്. ആ ഡിസോർഡർ കീപ്പ് ചെയ്യുക, ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ കോസ് ചെയ്യുക എന്നുള്ളത്. ഇഫ് യു ഹാവ് ഇന്റൻഡഡ് ദാറ്റ് ഇഞ്ചുറി then you are liable. അപ്പൊ എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാരും അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം. ദാറ്റ് പേഴ്സൺ നീഡ് നോട്ട് ഇന്റൻഡ് ദ ഡെത്ത്, ബട്ട് ദാറ്റ് പേഴ്സൺ ഷുഡ് ഇന്റൻഡ് എ പർട്ടിക്കുലർ ഇഞ്ചുറി ആൻഡ് ദാറ്റ് ഇഞ്ചുറി ഷുഡ് ബി ആൻ ഇഞ്ചുറി വിച്ച് ഇസ് സഫീഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അപ്പൊ ഇതിലാണ് നമ്മുടെ ക്ലോസ് ബി, സോറി നമ്മൾ നമ്പർ 2 നമ്പർ ചെയ്തു 299 ബോഡ്ലി ഇഞ്ചുറി ആസ് ഇസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അത് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇതിന്റെ ഇല്ലസ്ട്രേഷൻ സീലിൽ കൂടിയാണ്. ഇല്ലസ്ട്രേഷൻ സീലിന്റെ പ്രത്യേകതയാണ് ഈസ് ഗിവിംഗ് എ ക്ലബ് വൂണ്ട് ഓർ ഷോർട്ട് കട്ട് വിച്ച് ഇസ് സഫീഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അപ്പൊ അതിന്റെ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കൂടുതലാണ്. 299 എന്താ ചെയ്തത്? അയാളൊരു കുഴിയിൽ ചാടിച്ചു, അയാൾ മരിക്കാതിരിക്കാം. ഇതിലെന്താ ചെയ്തത്? അയാളൊരു ഗത കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു വാള് കൊണ്ട് വെട്ടുകയോ ചെയ്യാം. അത് സഫീഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് ആണ്. അതുകൊണ്ട് ദാറ്റ് ഇസ് ട്രാൻസ്ഫോം ടു ദ കൺസെപ്റ്റ് ഓഫ് മർഡർ. ഇനി രണ്ടെണ്ണം കഴിഞ്ഞു, മൂന്നാമത്തത് 299 തേർഡ്ലി നമ്മൾ കൊടുത്ത നമ്പറാണ്. ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് കോസ് ഡെത്ത്. 299 ആണ് വെച്ചത്. നമ്മൾ മൂന്നാമത്തെ നമ്പർ ചെയ്തത് ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് കോസ് ഡെത്ത്. നോളജോട് കൂടിയുള്ള ഒരു ആക്ട് ചെയ്യുകയും അതിനെ സംബന്ധിച്ച് മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കറസ്പോണ്ട്സ് ടു ഫോർത്തിലി ഓഫ് 300. ഫോർത്തിലി ഓഫ് 300ലേക്കാണ് അത് കറസ്പോണ്ട് ഇത് വരുന്നത്. ഫോർത്തിലി നോക്കാം. If the person committing the act knows, knows എന്നുള്ള വാക്കാണ് നോളജ് എന്നുള്ളതിന്റെ ഷോർട്ട് ആയിട്ടുള്ള ടേമാണ് knows that it is so imminently dangerous that it must in all probability cause death. അവിടെ നമുക്ക് കൺസെപ്റ്റ് കുറച്ചുകൂടി വ്യത്യാസം വന്നു. അയാളുടെ ആക്ടിനെ കുറിച്ച് പറയാണ് imminently dangerous and it must in all probability cause death. അതും എക്സാം എഴുതുന്ന ആൾക്കാർ അത് കീവേഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. Imminently dangerous that it must in all probability cause death. Or such bodily injury as is likely as to cause death and commit such act without any excuse for incurring the risk of causing death
or such injury as aforesaid. ഏതെങ്കിലും ഒരു എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ that person will be liable for murder if that act is imminently dangerous and that it must in all probability cause death. അതാണ് അതിന്റെ keywords. Imminently dangerous, it must in all probability cause death. Now you can come to illustration D. Illustration D മാത്രം വായിക്കാൻ പാടുള്ളൂ, വേറെ illustration വായിക്കരുത് എന്റെ കൂടെ. D. A without any excuse. Illustration D ആണ് വായിക്കുന്നത്, 300 illustration D. A without any excuse fires a loaded cannon into a crowd of persons and kills one of them. A is guilty of murder, although he may not have had a premeditated design to kill any particular individual. അപ്പൊ അവിടെ പറയാണ് പ്രീമെഡിറ്റേറ്റഡ് വാല്യൂസ് വേണ്ട, ആരെങ്കിലും കൊല്ലണമെന്നുള്ള ഉദ്ദേശം വേണ്ട, ഇതൊന്നും വേണ്ട. പക്ഷേ he will be liable for murder. കാര്യം എന്താ? His act was imminently dangerous that must in all probability cause death. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് he will be liable. പിന്നെ അതിന്റെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ അത് വരുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട് എനി എക്സ്ക്യൂസ് ഫോർ ഇൻകറിംഗ് ദ റിസ്ക്. അപ്പൊ ഇഫ് ദർ ഇസ് എനി എക്സ്ക്യൂസ് then he is exonerated. ഉദാഹരണത്തിന് പ്രൈവറ്റ് ഡിഫൻസിലാണ് ഫയർ ചെയ്യുന്നത്, ഒരു വലിയ മോബ് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ആ സമയത്ത് പ്രൈവറ്റ് ഡിഫൻസിലാണ് മോബിലേക്ക് ഫയർ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ he is excused. പിന്നെ സ്ഥിരമായിട്ട് എക്സാമിനൊക്കെ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു പഴയൊരു കേസ് ലോ എന്നുള്ളതാണ്. 2 കേസ് ലോസ് ഉണ്ട്. ഒരു സ്ത്രീ ആ കുട്ടിയെ മുതുകത്ത് ഒരു ബാഗിൽ ഒരു കുട്ടിയെ ആയിട്ട് കിണറ്റിലേക്ക് ചാടി, കുട്ടി മരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ലയബിലിറ്റി എന്താണ്? കുട്ടി ഉണ്ടെന്നുള്ളത് അറിയാതെ ചാടി അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചാടി, അതെല്ലാം വരാൻ സാധ്യതയുള്ളത് ഒരു സിറ്റുവേഷൻ ഇതാണ്. കുട്ടി ഒരു ചെറിയ കൈക്കുഞ്ഞുമായിട്ട് കിണറ്റിലേക്ക് ചാടുകയാണെന്നുണ്ടെങ്കിൽ imminently dangerous that it must all probability cause death ആണ്. But if that is done in an excusable situation. അപ്പൊ അതിൽ 2 കേസുകൾ, ഒന്ന് 1925 ബോംബെ 331, അതിലും പിന്നെ 1940 അലഹബാദ് 486. 40 അലഹബാദ് ആണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉള്ളത്. 40 അലഹബാദിലാണ്, 1940 അലഹബാദ് 486. അതില് ഇതായിരുന്നു സിറ്റുവേഷൻ. ഒരു ഹസ്ബൻഡ് ഓടിച്ചിട്ട സമയത്ത് ആ സ്ത്രീ ആ കുട്ടിയായിട്ട് കിണറ്റിലേക്ക് ചാടി, കുട്ടി മരിച്ചു. അറ്റംപ്റ്റ് സൂയിസൈഡിന് ഇവർക്കെതിരെയും കുട്ടിയെ കൊന്നതിനും രണ്ടിനും ചാർജ് ചെയ്തു. അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡിന് ജൂറി അവരെ അക്യൂറ്റ് ചെയ്തു, ഇതിന് കൺവിക്ട് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് അപ്പീൽ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു, സുപ്രീം കോർട്ടില്ല, അലഹബാദ് ഹൈക്കോർട്ട്, അന്ന് സുപ്രീം കോർട്ട് വന്നിട്ടില്ല, അലഹബാദ് ഹൈക്കോർട്ട് പറഞ്ഞു അതിൽ ഷീ വാസ് അണ്ടർ ആൻ എക്സ്ക്യൂസബിൾ സിറ്റുവേഷൻ ആയിരുന്നു. ഹസ്ബൻഡ് ഓടിച്ചിടുകയായിരുന്നു, അപ്പൊ ഇവര് പേടിച്ചിട്ട് ഓടിയിട്ട് ചാടിയതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്ക്യൂസബിൾ സിറ്റുവേഷൻ ആണെങ്കിൽ യുവർ ലയബിലിറ്റി ഗോസ് ബാക്ക് ടു കൾപ്പറബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അപ്പൊ അങ്ങനെ വളരെ അപൂർവ സിറ്റുവേഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഫോർത്തിലി. അല്ലാതെ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന എല്ലാ കേസുകളിലും തന്നെ വരുന്നത് ഫസ്റ്റ്ലിയോ തേർഡ്ലിയോ ആയിരിക്കും. സെക്കൻഡ്ലി വരാറുണ്ട്, ഫസ്റ്റ്ലിയോ തേർഡ്ലി ആയിരിക്കും. പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും തേർഡ്ലിയിലായിരുന്നു. അതായത് സഫിഷ്യന്റ് ഓർഡറി കോഴ്സ് ഓഫ് നേച്ചറിന്റെ കോസ്റ്റ് എത്താണോ അല്ലയോ, അതായിരുന്നു എപ്പോഴും വരുന്ന വിഷയം. ഒരാളെ മറ്റേ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ വെട്ടിക്കൊന്നു, ഭാര്യ വെട്ടി, അങ്ങനെയുള്ള സിറ്റുവേഷൻ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതൽ തേർഡ്ലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർ. ഇനി നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തത് സെക്കൻഡ്ലി ആണ്. നമുക്ക് സെക്കൻഡ്ലിയിലേക്ക് തിരിച്ചു വരാം. സെക്കൻഡ്ലി ഓൾസോ റെഫേഴ്സ് ടു ബോഡ്ലി ഇഞ്ചുറി. പക്ഷെ അത് നമ്മൾ ഡിഫറൻറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ 299 സെക്കൻഡ് ലിംബുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നേയും ബന്ധമുണ്ട്, തീരെ ബന്ധമില്ല എന്നല്ല. പക്ഷെ ദാറ്റ് വാസ് ഓൺ എൻ എൻറ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റ്. സെക്കൻഡ്ലി നോക്കാം. 300 സെക്കൻഡ്ലി നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തതാണ്. ഇഫ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡ്ലി ഇഞ്ചുറി. അപ്പൊ അതിൽ ആ എക്സാമിനേഷൻ ആൾക്കാർ ആ സച്ച് എന്നുള്ള വാക്ക് ഒന്ന് നോട്ട് ചെയ്യുക. അതാണ് എന്റെ കീവേഡ്, സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ദ ഒഫൻഡർ നോസ്. ഒഫൻഡർ നോസ് അതാണ് അടുത്ത കീവേഡ്സ്. ധാരാളം കീവേഡ്സ് ഉള്ള വാക്ക് സെന്റൻസ് ആണത്. ഒഫൻഡർ നോസ് ടു ബി ലൈക്ലി ടു കോസ് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ ടു ഹൂം ദ ഹാം ഈസ് കോസ്ഡ്. ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് അയാൾ മരിക്കും എന്ന് പ്രതിക്ക് അറിയാമെങ്കിൽ, ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് അയാൾ മരിക്കും എന്ന് പ്രതിക്ക് അറിയാമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതേ ഇഞ്ചുറി മറ്റൊരാൾക്ക് കൊടുത്താലും മറ്റൊരാൾ മരിക്കില്ല. അത് കാരണം എന്താ? ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് ഹി വാസ് ലേബറിംഗ് അണ്ടർ എ ഡിസീസ് ഓർ ഡിസോർഡർ, അസുഖമുള്ള ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരാൾക്ക് കൊടുക്കുന്ന ഇഞ്ചുറീസിനെ സംബന്ധിച്ചാണ് ക്ലോസ് ബി വർക്ക് ചെയ്യുന്നത്. അതിന്റെ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സെക്ഷൻ നോക്കിയാൽ മതി. തേർഡ്ലില് സ്റ്റാർട്ടിംഗ് ലൈൻ നോക്കിയാൽ മതി. ഇഫ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡ്ലി ഇഞ്ചുറി ടു എനി പേഴ്സൺ. തൊട്ടടുത്ത ലൈൻ തേർഡ്ലിൽ എനി പേഴ്സൺ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ക്ലാസ് 2 പറയുന്നത് അങ്ങനെയല്ല.
the person to whom the harm is caused. ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് അയാൾ മരിക്കണം, അല്ലെങ്കിൽ അയാൾ മാത്രമേ ആ ഇഞ്ചുറി കൊണ്ട് മരിക്കുള്ളൂ. അപ്പൊ തേർഡ്ലി നോക്കുമ്പോ എന്താ, തേർഡ്ലിയില് എനി പേഴ്സൺ, ഇതില്ല ടു ദ പേഴ്സൺ ടു ഹൂം ദ ഹാം ഈസ് കോസ്ഡ്, ആ സച്ച് ഇഞ്ചുറി. ഇനി സച്ച് ഇഞ്ചുറി എന്താന്ന് നോക്കാം. ഇല്ലസ്ട്രേഷൻ ബി. ഇല്ലസ്ട്രേഷൻ ബി കുറച്ച് ലെങ്തി ആണ്, അതിൽ കുറച്ച് പാർട്ട് മാത്രം നമുക്ക് വായിക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലസ്ട്രേഷൻ ബി, ഇല്ലസ്ട്രേഷൻ ബി മാത്രമേ സെക്കൻഡിൽ വർക്ക് ചെയ്യുള്ളൂ, വേറെ ഒരു ഇല്ലസ്ട്രേഷനും സെക്കൻഡിയുടെ കൂടെ വായിക്കരുത്. A knowing that Ised is laboring under such a disease that a blow is likely to cause his death, strikes him with the intention of causing bodily injury. Ised dies in consequence of the blow. A is guilty of murder, although the blow might not have been sufficient in the ordinary course of nature to cause death of a person in a sound state of health. അപ്പൊ സാധാരണഗതിയിൽ ആരോഗ്യവാനായിട്ട് ഒരാൾക്ക് ആ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്താൽ അയാൾ മരിക്കില്ല. ഇയാൾക്ക് അസുഖം ഉള്ളതുകൊണ്ട്, അസുഖം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾക്ക് ആ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തുകൊണ്ടാണ് അയാൾ മരിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ലയബിൾ ഫോർ മർഡർ. എക്സ്പ്രഷൻ താഴേക്ക് പറയുന്നത് അത് അറിയില്ലായിരുന്നുണ്ടെങ്കിൽ, ആ ഒഫൻസ് ഇയാൾക്ക് അസുഖം ഉണ്ടെന്ന് അറിയില്ലാതെയാണ് ആ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തെങ്കിൽ ഹി വിൽ നോട്ട് ബി ലയബിൾ ഫോർ മർഡർ. He may be liable for causing simple hurt or grievous hurt, as the case may be. Then for that he may be liable, but not for murder. അപ്പോൾ മർഡറിന്റെ ആൾക്ക് ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ he should know that this person is laboring under a disorder or disease. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ഇഞ്ചുറിയെ സംബന്ധിച്ചാണ് ക്ലോസ് 2 പറയുന്നത്. പക്ഷെ തെറ്റായിട്ട് ഇത് എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ ഡിസിഷൻസ് എങ്കിലും മിനിമം കാണാം. 68 സുപ്രീം കോർട്ട് 811 കാണാം. നമ്മുടെ കേരള ഹൈക്കോടതിന്റെ ഒരു ഡിസിഷൻ ഉണ്ട്. പക്ഷെ ഇതിൽ രണ്ടിലും തീ കൊടുത്ത ഒരാളെ കൊന്നാണ്. കേരള ഹൈക്കോടതിയിലാണ് ബൈക്കിൽ വരുന്ന ഒരാളെ പിടിച്ച് നിർത്തി തീ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, മണ്ണെണ്ണ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു, അയാളെ കൊന്നു. അതില് കോടതി ഫൈൻഡ് ചെയ്തത് ക്ലോസ് 2 ഫൈൻഡ് ചെയ്തു. അത് ക്ലോസ് 2 വരുന്ന ഒഫൻസ് അല്ല. മണ്ണെണ്ണ ഒഴിച്ച് ഒരാളെ കത്തിച്ചാല് ആരെ കത്തിച്ചാലും മരിക്കും, എനി പേഴ്സൺ ആണ്. ഇതങ്ങനെയല്ല, ഒരു പ്രത്യേക ആൾക്ക് ഒരു പ്രത്യേക ഇഞ്ചുറി കൊടുത്താലും മരിക്കുന്ന സിറ്റുവേഷൻ ആണ് ക്ലോസ് 2. മണ്ണൊഴിച്ച് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കം എയ്തർ അണ്ടർ ക്ലോസ് 1 ഓർ ക്ലോസ് 3. Because clause 1 and clause 3 refers to any person. Clause 2 refers to the person to whom the harm is caused. അതാണ് എന്റെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറ്റേന്റെ കൂടെ കൂട്ടണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് bodily, though it refers to a bodily harm, that we cannot make it parameteria of the concept of clause 2 of 299. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് let us treat it separately. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ക്ലോസ് 1 അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പർ 1 of 299 corresponds to 300ന്റെ ഫസ്റ്റ്ലി. അത് A shoots Ised and kills. മറ്റേതില് ടർഫ് എന്തൊക്കെ ഇട്ടു, ഇന്റൻഷണൽ, രണ്ടും ഇന്റൻഷണൽ ആക്ട് ആയിരുന്നു. ഒരെണ്ണത്തില് പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കുറവായിരുന്നു, കുഴിയിൽ വീണ് മരിക്കുമ്പോൾ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കുറവാണ്. മറ്റേതില് വെടികൊണ്ടാണ് മരിക്കുന്നത്, അപ്പൊ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കൂടുതലാണ്. സോ ഹി ഈസ് ലയബിൾ ഫോർ മർഡർ. മറ്റേതിലേക്ക് വരുമ്പോൾ സെക്കൻഡ്ലി ഇന്റൻഷൻ ഓഫ് കോസിംഗ് സച്ച് ബോഡ്ലി ഇഞ്ചുറി ആസ് ഇസ് ലൈക്ലി ടു കോസ് ഡെത്ത് ആയിരുന്നു 299ല്. കുഴിയിൽ ചാടിച്ചു, അവിടെ വെച്ച് മരിച്ചു. അത് ലൈക്ലി ടു കോസ് ഡെത്ത് ആയിരുന്നു. ഹി വിൽ ബി ലയബിൾ ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഇതിലേക്ക് വരുമ്പോൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു ക്ലോസ് 3, നോട്ട് ക്ലോസ് 2, ക്ലോസ് 3. ക്ലോസ് 3ല് ഇയാൾ ചെയ്തത് he gave a club wound or a sword cut or a club wound which is sufficient in the ordinary course of nature to cause death. So that injury, injury വ്യത്യാസമാണ്. ഒന്ന് likely to cause death ആണ്, മറ്റേത് sufficient in the ordinary course of nature to cause death ആണ്. അതുകൊണ്ട് that concept is transformed to the concept of murder. Thirdly, 299 knowledge that he is likely to cause such act to cause death. ഇതിലെ നോളജോട് കൂടിയുള്ള ആക്ട് ആണ്, ഒരു കാനൺ ഫയറി ആണ്, നോളജോട് കൂടിയുള്ള ആക്ട് ആണ്, പ്രീമെഡിറ്റേറ്റഡ് മാലിസ് ഇല്ല. ഈവൻ ദെൻ ദാറ്റ് ആക്ട് ഈസ് ഇമ്മൻലി ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് വിസ് ഇൻ ഓൾ പ്രോബബിലിറ്റി കോസ് ഡെത്ത്. അങ്ങനത്തെ ഒരു ആക്ട് ആയതുകൊണ്ട് ദാറ്റ് പേഴ്സൺ വിൽ ബി ലയബിൾ ഫോർ മർഡർ. അങ്ങനെയാണ് അത് മൂന്നാമത്തെ ലിംബ് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഈ തരത്തിലാണ്. അപ്പൊ ഈ 3 കൺസെപ്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇല്ലസ്ട്രേഷൻസിൽ കൂടിയിട്ടാണ്. ഏതാണ്ട് സെക്ഷൻ വായിക്കുമ്പോൾ ഏതാണ്ട് സിമിലർ ആണ്. ഇന്റൻഷൻ എന്നോ അല്ലെങ്കിൽ നോളജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ട്രാൻസ്ഫോമിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ത്രൂ ദ ഇല്ലസ്ട്രേഷൻസ്. ഇപ്പൊ ഇതാണ് ട്രാൻസ്ഫോമിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട്. ഇതാണ്. ഇനിയിപ്പോ നമ്മൾ ഏതാണ്ട് ഒരു 75% കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടി ബാക്കിയുണ്ട്. അത് നമ്മൾ ആ 300 വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. എക്സെപ്റ്റ് ഇൻ ദ കേസസ് ഹിയർ ആഫ്റ്റർ അക്സെപ്റ്റഡ് എന്നുള്ള ആ വാക്ക് നമ്മൾ വിട്ടിട്ടാണ് വായിച്ചത്. ഇനി നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അതായത് 300 തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇതിന് താഴെ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനുകളിൽ ഒഴികെ ഇത് മർഡർ ആണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സെപ്ഷൻസ് ഒരുപാട് ഇലാബറേറ്റ് ആണ്, ഒരുപാട് ഇല്ലസ്ട്രേഷൻസ് എല്ലാം ഉണ്ട്.
അപ്പോൾ നമ്മൾ അതൊന്നും എല്ലാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് എലാബറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളത് മുഴുവനും നോക്കിയാൽ പ്രത്യേകിച്ച് ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മുഴുവൻ കൂടി ഒരു ദിവസം തന്നെ കുറച്ച് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് വായിക്കുക. ഇന്ന് നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് പിന്നെ നിങ്ങളത് വായിക്കുക. അതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ളതാണ്. സ്പെഷ്യൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ്. എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ചെയ്യുന്ന ഒരു ആക്ട്. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ്. പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്നത് കൂടിപ്പോയാൽ കറസ്പോണ്ടിങ് ഇഞ്ചുറിക്ക് മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഒരാൾ എന്റെ മൂക്കിൽ പിടിച്ച് വലിക്കാൻ വരുന്നു, ആ സമയത്ത് ഞാൻ അയാളെ ഷൂട്ട് ചെയ്യാം. അപ്പൊ അയാൾ എക്സീഡഡ് മൈ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അയാളെ എനിക്ക് അവൻ തള്ളി മാറ്റാം, അല്ലെങ്കിൽ അയാളെ അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ അയാളെ ചവിട്ടി മാറ്റാം. പക്ഷെ ഐ എം നോട്ട് സപ്പോസ് ടു ഷൂട്ട്. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ലയബിൾ ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഒഫൻസ് ഇല്ലാന്നല്ല, നോട്ട് അമൗണ്ടിങ് ടു മർഡർ. മൂന്നാമത്തത്, ഒരു പബ്ലിക് സർവന്റ് ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് പബ്ലിക് ജസ്റ്റിസ് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നിയമപരമായിട്ട് കിട്ടിയ പവേഴ്സ് എക്സീഡ് ചെയ്തതല്ല. ഉദാഹരണത്തിന് ഒരു പോലീസ് ഫോഴ്സിനോട് ഫയർ ചെയ്യാൻ കമാൻഡ് കൊടുത്തു, ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് ഡ്രൈവർ ആ ഒരാളുടെ തോക്ക് മേടിച്ചിട്ട് ഫയർ ചെയ്യാണ്. അപ്പൊ ഈ ഹാസ് എക്സീഡഡ് ദ ലിമിറ്റ്സ്. മറ്റേ സംബന്ധിച്ച് ദേവർ അണ്ടർ എ കമാൻഡ് ടു ഫയർ, അവർക്ക് ഫയർ ചെയ്യാം. പക്ഷെ ഇയാൾ പബ്ലിക് സർവന്റ് ആണ്, ഇയാൾ ചെയ്തത് അഡ്വാൻസ്മെന്റ് ഓഫ് പബ്ലിക് ജസ്റ്റിസിനായിരിക്കണം, മറ്റേ പോലീസുകാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ he will be treated as he has exceeded the right to private right given to him by law എന്ന് കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ he was not under command. മറ്റവർക്ക് മാത്രമേ കമാൻഡ് ഉണ്ടായുള്ളൂ, he was not under command. അപ്പൊ അയാൾക്ക് ഒഫൻസ് ഇല്ല എന്നല്ല പറയുന്നത്, ഒഫൻസ് ഉണ്ട്, പക്ഷേ മർഡർ എന്ന് കണക്കാക്കില്ല. കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അടുത്തത് നാലാമത്തെ, സഡൻ ഫൈറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം. സഡൻ ഫൈറ്റിൽ വിത്തൗട്ട് പ്രീമെഡിറ്റേഷൻ ക്രൂവൽ ആയിട്ടുള്ള മാനറിലായിരിക്കരുത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വെട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒരു കുത്തു കൊടുത്തു, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അടുത്ത എക്സെപ്ഷൻ. അഞ്ചാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഒരു പ്രായപൂർത്തിയായ രണ്ടാൾക്കാർ തമ്മിൽ, 18 വയസ്സിന് മുകളിലുള്ള രണ്ടാൾക്കാർ തമ്മിൽ ഓൺ കൺസെന്റ് ചെയ്യുന്ന ഒരു കാര്യം. ഉദാഹരണത്തിന് ഒരു വാൾപ്പയറ്റ് നടത്താൻ തീരുമാനിച്ചു. ആ കാലത്ത് നിങ്ങൾക്ക് ഡ്യുവൽസ് ധാരാളമുള്ള ഒരു പീരീഡാണ്. എന്തെങ്കിലും തർക്കം നടന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഡ്യുവൽസ് വഴിയാണ് അവിടെ തർക്കങ്ങൾ തീർത്തിരുന്നത്. അപ്പൊ ഡ്യുവൽസിൽ ആൾക്കാരെ കണ്ടുകൊണ്ട് കൊല്ലപ്പെടും. അല്ലെങ്കിൽ ഏതോ വെപ്പൺ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് കൊല്ലപ്പെടാം, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഡ്യുവൽസിൽ കൊല്ലുന്ന സിറ്റുവേഷൻസ് കൂടി കവർ ചെയ്യാനായിട്ടാണ് അതും കൂടി ഒഫൻസ് ആക്കി മാറ്റി. അല്ലെങ്കിൽ കൺസെന്റ് ആണെന്നുള്ളതിൽ നോ ഒഫൻസ് എന്നുള്ള ലൈനിൽ നിന്ന് മാറ്റിയിട്ട് അതും കൂടി ഒഫൻസ് ആക്കാനായിട്ടാണ് അഞ്ചാമത്തെ എക്സെപ്ഷനിൽ അതെടുത്ത് പറഞ്ഞത്. അതായത് ഓൺ കൺസെന്റ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി കമ്മിറ്റിംഗ് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഒഫൻസ് ഇല്ലാന്നല്ല, യു വിൽ ബി ലയബിൾ ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഇനി അത് നമുക്ക് നേരത്തെ പറഞ്ഞ ഇല്ലസ്ട്രേഷൻ എ വെച്ചിട്ട് ഇതൊന്ന് വായിച്ചു നോക്കാം, ഈ 5 എക്സെപ്ഷൻസ്. അപ്പൊ കുറച്ചുകൂടി മനസ്സിലാകാനായിട്ട് എളുപ്പമുണ്ട്. ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്, എ ഷൂട്ട്സ് ഇസൻ വിത്ത് ഇന്റന്റ് ടു കിൽ ആൻഡ് ഇസൻ ഡൈസ് ഇൻ കോൺസിക്വൻസ്. അത് നമുക്ക് ഇതിൽ നിന്ന് ചേർത്ത് വായിച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനെ വായിക്കാം, അതായത് അത് സഡൻ പ്രൊവോക്കേഷൻ വെച്ച് വായിച്ചു നോക്കാം. എ ഷൂട്ട്സ് ഇസൻ ഇൻ സഡൻ പ്രൊവോക്കേഷൻ ആൻഡ് കിൽഡ് ഹിം. എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അടുത്ത എക്സെപ്ഷൻ, എക്സ്റ്റെൻഡിങ് പ്രൈവറ്റ് ഡിഫൻസ്. A shoots at Z in private defense and exceeded the right, and he killed B. A has committed the offense of culpable homicide not amounting to murder. അടുത്തത്, A being a public servant at the time of suppressing a riot shot at B and killed him, and he has exceeded by doing that he has exceeded the right given to him by law. So A has committed the offense of culpable homicide not amounting to murder. അടുത്തത്, A and B in a sudden fight. During a sudden fight, A shot at B and killed him. A sudden fight lana, so he has committed offense of culpable homicide not amounting to murder. அடுத்த exception, A and B being persons above the age of consent, A shot at Z and Z is killed. A has committed the offense of culpable homicide not amounting to murder. അപ്പൊ ഇങ്ങനെയാണ് ഈ എക്സെപ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒഫൻസ് ഇല്ല എന്നല്ല പറയുന്നത്. എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒഫൻസ് ഗോസ് ബാക്ക് ടു കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈവറ്റ് ഡിഫൻസ് ഒരു ജനറൽ എക്സെപ്ഷൻ ആണ്. അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒഫൻസ് വരുള്ളൂ. ക്ലിയർ കേസ് പ്രൈവറ്റ് ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ നോ ഒഫൻസ് അറ്റ് ആൾ. ഇല്ലാത്ത സിറ്റുവേഷൻ, അത് എക്സീഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഇഞ്ചുറിക്ക് മുകളിൽ എക്സീഡ് ചെയ്യുമ്പോഴാണ് ദാറ്റ് വിൽ ബിക്കം മർഡർ. കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ.
അതാണ് ആ ഒരു എക്സെപ്ഷനിൽ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ തോന്നാൻ കാര്യമുള്ളൂ. പ്രൈവറ്റ് ഡിഫൻസ് ജനറൽ എക്സെപ്ഷൻ അല്ലേ എന്ന് തോന്നാം. ആണ് ഇത് എക്സീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സീഡ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ യു വിൽ ബി എക്സോണറേറ്റ്, കംപ്ലീറ്റ്ലി എക്സോണറേറ്റഡ്. അപ്പൊ ഇതാണ് ഈ ട്രാൻസ്ഫോമിംഗ് പോയിന്റുകളിന് ശേഷം അടുത്ത കൺസിഡറേഷൻ ഇതാണ്, വെദർ ദാറ്റ് വാസ് ഡൺ ഇൻ എൻ എക്സ്ട്രീം സിറ്റുവേഷൻ അല്ലെ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണോ നോക്കും. ഇഫ് ദാറ്റ് ആക്ട് ഇസ് ഡൺ ഇൻ എൻ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ഗോസ് ബാക്ക് ടു കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അപ്പൊ ഇതാണ് ഈ ഇതിന്റെ കൾപ്പബിൾ ഹോംസൈഡിന്റെ കൺസെപ്റ്റ്. ഇതാണ്. ഇനി ഒന്ന് രണ്ട് ജഡ്ജ്മെന്റ്സ് കൂടി വായിച്ചാൽ, ഒരുപാട് ജഡ്ജ്മെന്റ്സ് വായിക്കണ്ട, ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും. അതുകൊണ്ട് ആദ്യകാലങ്ങളിലുള്ള കുറച്ച് ജഡ്ജ്മെന്റ്സ്, അതായത് വെർസാസിംഗ് ആണ് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജഡ്ജ്മെന്റ്. ജസ്റ്റിസ് വിവിയൻ ബോസിന്റെ ജഡ്ജ്മെന്റ് ആണ് 1958 സുപ്രീം കോർട്ട് 465. 1958 സുപ്രീം കോർട്ട് 465. അതിന് ജസ്റ്റ് ഒരു ഫാക്ട്സ് കൂടി പറയാം മനസ്സിലാക്കാനായിട്ട്. അതായത് 4 പേരാണല്ലോ, 4-5 പേര് കൂടി ഒരാളെ അടിക്കുകയാണ്. ആ സമയത്ത് അതിൽ ഒന്നാം പ്രതി ഒരു കുന്തം കൊണ്ട് അയാളുടെ ഹാർട്ടിൽ വയറ്റിൽ കുത്തി. ആ വയറ്റിൽ 2 into 1.5 ഇഞ്ചസ് ഉള്ളൊരു വൂണ്ട് കോസ് ചെയ്തു. അയാളുടെ ഇൻറ്റസ്റ്റൈൻ പുറത്ത് ചാടി. അതിന് അയാൾക്ക് കൺവിഷൻ കൊടുത്തു. ഹി വാസ് ഫൗണ്ട് ഗിൽറ്റി ഫോർ മർഡർ. ബാക്കിയുള്ളവരെ അക്യൂറ്റ് ചെയ്തു. ബാക്കിയുള്ള ചെറിയ ഇഞ്ചുറീസ് ആണ് കൊടുത്തത്, അക്യൂറ്റ് ചെയ്തു. അത് ഇവിടെ തർക്കത്തിൽ വന്നു, സുപ്രീം കോർട്ടിൽ വന്നു. സുപ്രീം കോർട്ടിൽ വന്നപ്പോൾ വിവിയൻ ബോസിന്റെ നല്ല ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ അദ്ദേഹം വളരെ ഷോർട്ട് ജഡ്ജ്മെന്റ്, ഒരു 1.5-2 പേജ് ഉണ്ടാവുള്ളൂ. വളരെ ഷോർട്ട് ജഡ്ജ്മെന്റ് ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞു യു ഹാവ് അപ്പൊ തർക്കം ഇതായിരുന്നു, ഐ നെവർ ഇന്റൻഡഡ് ഹിസ് ഡെത്ത്. ഒരു കാഷ്വൽ ഫൈറ്റിൽ സംഭവിച്ചു, അങ്ങനെ ഉള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് യു ഹാവ് ഇന്റൻഡഡ് ആൻ ഇഞ്ചുറി. ഹാർട്ടിൽ കുത്തിയതാണ്, വയറ്റിൽ കുത്തിയതാണ്. ദാറ്റ് ഇഞ്ചുറി വാസ് സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്, സോ യു ആർ ലയബിൾ. അപ്പൊ അതാണ് ഇതിന്റെ ക്ലാസിക് ജഡ്ജ്മെന്റിലോട്ടാണ്. കുറച്ചും കൂടി അത് നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് 66 സുപ്രീം കോർട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് രജ്വന്ത് സിംഗ് 1874. അതില് എറണാകുളത്തെ നേവൽ ബേസിൽ ഒരു മോഷണം നടക്കുകയാണ്. രജ്വന്ത് സിംഗും അയാളുടെ കൂട്ടുകാരൻ ഉണ്ണി മലയാളിയാണ്. ഇവർ രണ്ടുപേരും കൂടി അന്ന് ഒരു മോഷണം നടത്താനായിട്ട് നേവൽ ബേസിൽ പോയി. അവിടെ ഒരു നേവൽ ഓഫീസറിനെ പിടിച്ചു. അയാൾക്ക് ക്ലോറോഫോം കൊടുത്ത് അയാളെ മയക്കി. അതിനുശേഷം അയാളുടെ യൂണിഫോം ഊരിയെടുത്തു. അയാളുടെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് ക്ലോറോഫോം ഡിപ്പ് ചെയ്തു. എന്നിട്ട് ഇവരെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് മോഷണം നടത്താൻ വേണ്ടി പോയി. പക്ഷെ നടന്നില്ല. എല്ലാം പിടിച്ചു. അവർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവർ പിടിച്ചു. അപ്പോഴേക്കും ഈ ഓഫീസർ മരിച്ചുപോയി. അപ്പൊ അവരുടെ തർക്കം ഇതായിരുന്നു, വി നെവർ ഇന്റൻഡഡ് ഹിസ് ഡെത്ത്. അയാളുടെ ഉറക്കെ കിടക്കത്തറന്നുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വി കനോട്ട് ബി അട്രിബ്യൂട്ടഡ് വിത്ത് കൾപ്പബിൾ ഹോംസൈഡ് എമൗണ്ടിങ് ടു മർഡർ. പക്ഷെ അതിൽ അദ്ദേഹം ഹിദായത്തുള്ളയുടെ ജഡ്ജ്മെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് ദാറ്റ് injury was sufficient in the ordinary course of nature to cause death. You may not know that. You need not know that. If the medical man says that it is sufficient in the ordinary course of nature to cause death, and if the prosecution can prove that you intended that particular injury, അങ്ങനെ അതുകൊണ്ട് വേണം, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ you will be liable for murder. അതാണ് എൻ്റെ ലോക്കസ് ക്ലാസിക്കസ് എന്ന് പറയുന്നത് രജ്വന്ത് സിംഗ് ആണ്. പക്ഷെ കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഹൈക്കോർട്ടിലാണെങ്കിലും എല്ലാവരും ഫോളോ ചെയ്യുന്നത് 58 സുപ്രീം കോർട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് 66 ആണ് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ആ കൺസെപ്റ്റ് പറയുന്നത്. ഇതിൽ 66 58 റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് 2 ജഡ്ജ്മെന്റ്സ്. പിന്നെ 99 സുപ്രീം കോർട്ട് 75. 99 സുപ്രീം കോർട്ട് 75. അതിലാണ് the prosecution want to book a person under murder, under the concept of murder. ഏതെങ്കിലും ഒരു ക്ലോസ് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ്ലിയിലാണോ, സെക്കൻഡിലാണോ, തേർഡിലാണോ, ഫോർത്തിലാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്നാലും മാത്രമേ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി കൺവിക്റ്റഡ് ഫോർ മർഡർ. അത് പറഞ്ഞത് 99 സുപ്രീം കോർട്ടിലാണ്. ഞാൻ നേരത്തെ 40 അലഹബാദ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പെൺകുട്ടി കുട്ടിയെ കൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നത്, അത് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചില ഇന്റർവ്യൂ അല്ലെങ്കിൽ ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണത്. ഇത്രയും ജഡ്ജ്മെന്റ്സ് നോക്കിയാൽ മതിയാവും. പിന്നെ ചില സമയത്ത് സംശയം വരുന്ന കോസേഷൻ എങ്ങനെയാണ് ഇതിലേക്ക് പോവുകയോ ഇല്ലയോ. അതിന് മോട്ടി സിംഗ് എന്ന് പറഞ്ഞൊരു 64 സുപ്രീം കോർട്ട് 900. 64 സുപ്രീം കോർട്ട് 900. അതിൽ ഒരാൾക്ക് ഗൺ ഷോട്ട് കിട്ടി. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് അയാൾ മരിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് അയാൾ മരിച്ചത്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് കൊണ്ടാണ് ഇയാളെ മരിച്ചത് എന്നുള്ള നിലയ്ക്ക് ദേവർ കൺവിക്റ്റഡ് ഫോർ 302. പക്ഷെ സുപ്രീം കോർട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ആ ഒരു ക്ലോസ് നെക്സസ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദേ കനോട്ട് ബി അട്രിബ്യൂട്ടഡ് വിത്ത് മർഡർ. ആ ഗൺ ഷോട്ട് കൊടുത്തതിന് 326 അതിൽ 326 വേണമെങ്കിൽ ലൈഫ് കൊടുക്കാം. പക്ഷെ ഗൺ ഷോട്ട് കൊടുത്തതിന് ലൈഫ് കൊടുക്കാം. അറ്റംപ്റ്റ് മർഡറിന് ലൈഫ് ആകാം. പക്ഷെ നോട്ട് ഫോർ 302 വരണമെങ്കിൽ ആ കറസ്പോണ്ടിങ് ആ ഇഞ്ചുറി വാസ് സോ പ്രോക്സിമേറ്റ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ദാറ്റ് വാസ് ദ മെയിൻ കോസ് ഓഫ് ഡെത്ത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. കാരണം 299 സ്റ്റാർട്ട് വിത്ത് ദ വേർഡ്സ് ഹൂവർ കോസസ് ഡെത്ത് എന്നാണ്. അപ്പൊ ദാറ്റ് വാസ് ദ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം.
കുറച്ചുകൂടി രസകരമായിട്ടുള്ള ജഡ്ജ്മെന്റ് കാണുന്നത് 79 സുപ്രീം കോർട്ട് 1876 1876 79 സുപ്രീം കോർട്ട്. അത് ഏതൊരു സിംഗ് ആണ്, സിംഗിന്റെ പേര് പറഞ്ഞായി, ജോഗീന്ദർ സിംഗ് ആയിരിക്കും. അപ്പൊ അതിൽ സംഭവിച്ചതാണ്, ഒരു പെൺകുട്ടിയെ കളിയാക്കിയെ സംബന്ധിച്ച് ഒരു വഴക്ക് തുടങ്ങാണ്. ആ വഴക്കിന്റെ അവസാനം ഒരു വീട്ടുകാര് മറ്റേ വീട്ടിൽ ചെല്ലുന്നു, വെള്ളം ഉണ്ടാക്കുന്നു, ഒരാള് ഇറങ്ങി ഓടുന്നു. ഓടുന്ന ആളെ ഇവര് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പുറകെ ഓടിക്കുകയാണ്. ആ സമയത്ത് ഇയാൾ കിണറ്റിലേക്ക് ചാടി. കിണറ്റിൽ ചാടി തല അടിച്ചു, അയാൾ വീണു, ബോധം കെട്ട് വീണു, വെള്ളം ശ്വസിച്ചു, അയാൾ മരിച്ചു. അപ്പൊ അതില് 2 ഇൻസിഡന്റ് ഉണ്ട്. ഇൻസിഡന്റ് സ്റ്റാർട്ടിങ്ങിൽ വേറൊരാളെ കൊല്ലുന്നുണ്ട്, അതിനകത്ത് നോട്ട് ഫൈൻഡ് ചെയ്തു. പക്ഷെ രണ്ടാമത്തതിൽ ഓടിച്ചിട്ടതിനും കിണറ്റിൽ ചാടിയതിനും ഇത് നോട്ട് ഫൈൻഡ് ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അതിന്റെ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് അവരാണെന്ന് പറയാൻ പറ്റില്ല. അവർ ഓടി എന്നുള്ള ശരിയാണ്. അപ്പൊ അതിൽ ക്രോസ് എക്സാമിനേഷനിലായിരിക്കണം അങ്ങനെ ചോദിച്ചു, ഇയാള് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ കിണറ്റിലേക്ക് ചാടിയത് എന്നൊരു ചോദ്യം ഉണ്ടാകണം. അതായിരുന്നു ഒരു ഫൈൻഡ്. അപ്പൊ രക്ഷപ്പെടാനാണ് ചാടിയത് എന്ന് PW പറഞ്ഞു എന്ന ജഡ്ജ്മെന്റിൽ കാണാം. അപ്പൊ ക്രോസിലാണ് ചോദിച്ചു വരുത്തിയിട്ടുണ്ടാവും, രക്ഷപ്പെടാനായിട്ടാണ് ചാടിയത്. അപ്പൊ രക്ഷപ്പെടാനാണ് ചാടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോസേഷൻ ബ്രേക്ക് ചെയ്തു പോകും. അപ്പൊ ഈ കോസേഷൻ സംബന്ധിച്ച് നല്ല ക്ലാസിക് ആയിട്ടുള്ള 2 ജഡ്ജ്മെന്റ്സ് ആണ്. ധാരാളം ജഡ്ജ്മെന്റ്സ് ഉണ്ട്, എന്നാലും ഇതാണ് നല്ല ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത്. 79 സുപ്രീം കോർട്ട് 1876ഉം മറ്റേത് 66 സുപ്രീം കോർട്ട് 64 സുപ്രീം കോർട്ട് 64 സുപ്രീം കോർട്ട് 900 64 സുപ്രീം കോർട്ട് 900ലാണ് ഇഞ്ചുറിനെ കുറിച്ച് പറയുന്നത് ഒരു ജഡ്ജ്മെന്റ്. മറ്റേതിലാണ് കോസേഷനെ കുറിച്ച് പറയുന്നത് 79 സുപ്രീം കോർട്ട്. അപ്പൊ ഇത്രയും ജഡ്ജ്മെന്റ്സ് വായിച്ചാൽ ഏതാണ്ട് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ക്ലിയർ ഒരു ഐഡിയ കിട്ടും. പ്രത്യേകിച്ച് 57ഉം വർഷ സിംഗും രജ്വന്ത് സിംഗ്. അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ തെനോട്ട് 1 ഉണ്ട്, ഒരുപാട് ആൻസിലറി ആയിട്ട് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. തെനോട്ട് 1 ഉണ്ട്, തെനോട്ട് 3 ഉണ്ട്, 314 ഉണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ ഒരുപാട് വിഷയം ഒരുപാട് നീണ്ടുപോകും. അപ്പൊ ഇത്രയാണ് നമുക്കൊരു മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റിയ സംഭവം ഇതാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ പ്രൊമോസ് സാറിന് പറഞ്ഞിരുന്നു, ലെങ്തി സബ്ജക്റ്റ് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം നമുക്ക് വേണമെങ്കിൽ ഇന്ററാക്ഷൻ ആകാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും. സർ ഒരു ഡൗട്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ 312 ആൻഡ് 316. 312 മിസ്കാരേജ്, 316 ഇന്റൻഷൻ ഡിഫറെന്റ് ആണ്. 312 അയാളുടെ ഉദ്ദേശം കോസിംഗ് മിസ്കാരേജ് ആണ്. 312 316 കോസിംഗ് ഡെത്ത് ഓഫ് ക്വിക്ക് അൺബോൺ ചൈൽഡ് ബൈ ആക്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ്. അതില് 316 അയാളുടെ ഉദ്ദേശം അമ്മേനെ കൊല്ലുക എന്നുള്ളതാണ്. അതിന്റെ ഇല്ലസ്ട്രേഷൻ വളരെ ക്ലിയർ ആണ്. knowing that he is likely to cause death of a pregnant woman does an act which, if it causes death of the woman, would amount to culpable homicide. Woman is injured but does not die, but the death of an unborn quick child with which she is pregnant is thereby caused. അതായത് നിങ്ങൾ ഒമൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും, 70s ഇറങ്ങിയ ഒരു ക്ലാസിക് സിനിമ ആയിരുന്നു. ഒമനിൽ എങ്ങനെയാണ് ആ കുട്ടിയുടെ, ആ ഡെവിൾ ആയിട്ടുള്ള കുട്ടിയുടെ അമ്മ പ്രഗ്നന്റ് ആണ്. അമ്മ സ്റ്റൂളിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ആ കുട്ടി വന്നിട്ട് സ്റ്റൂൾ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അപ്പൊ അമ്മ വീഴുന്നു, ആ കുട്ടി മരിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അമ്മയ്ക്ക് എതിരെ ഒരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തു, അല്ലെങ്കിൽ ആക്ട് ചെയ്തു. ആക്ടിന്റെ ഇമ്പാക്ട് കൊണ്ട് ക്വിക്ക് അൺബോൺ ചൈൽഡ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് 316. മറ്റേതിൽ അങ്ങനെയല്ല. ബേസിക് ഐഡിയ ഈസ് ഫോർ മിസ്കാരേജ്. മിസ്കാരേജ് ആണ് ഐഡിയ. One more question. Lengthy question. If the ignorance of medical knowledge that the act will cause death is immaterial in judging intention, why the Supreme Court waive of the 302 charged against Govindaswamy? Govindaswamy saying that Govindaswamy did not have the medical knowledge that keeping Soumya in the supine position will cause death. അതായത് ആ ജഡ്ജ്മെന്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കുറച്ച് വാക്കുകൾ ഒഴിവാക്കുകയാണ്. ആ ജഡ്ജ്മെന്റിനെ കുറിച്ച് കമന്റ്സ് പറയാനായിട്ട് റിസർവ് ചെയ്യാണ്. ഞാൻ ലൈവ് ലെവലിൽ അതിനെ കുറിച്ചൊരു കമന്റ് എഴുതിയിരുന്നു, ഡീറ്റെയിൽ കമന്റ് എഴുതിയിട്ട് അവർ പബ്ലിഷ് ചെയ്തിരുന്നു. KC അത് കൊടുത്തെങ്കിലും അവർ പബ്ലിഷ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. കുറച്ച് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, കുറച്ച് വാക്കുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. വാക്കുകൾ ഒഴിവാക്കിയിട്ട് KC അത് കൊടുത്തിട്ടുണ്ട്. KC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് 66 സുപ്രീം കോർട്ടിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. രജ്വന്ത് സിംഗ് അതാണ് പറഞ്ഞത്, യുവർ നോളജ് റിഗാർഡിംഗ് ദ എന്താണ് ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഓഫ് ദ ഇഞ്ചുറി is totally immaterial. If the medical man says that this injury is sufficient with the ordinary cause of nature to cause death, that will make you liable for the particular offense. സുപ്രീം കോർട്ട് കാണാതെ പോയത്
അതിൽ ഡിഡക്റ്റീവ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ they have already decided to give him life imprisonment. അതുകൊണ്ടായിരിക്കാം ഷോർട്ട് ജഡ്ജ്മെന്റ് ആണ്, 18 പാരഗ്രാഫിന്റെ ഉള്ളു, വളരെ ചെറിയ ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ലൈഫ് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട്, റേപ്പിൽ കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് മറ്റേ കൊടുത്തില്ല, അതായിരിക്കാം ഷോർട്ട് ജഡ്ജ്മെന്റ് വന്നതും അത്തരത്തിലുള്ള കൺസിഡറേഷൻ വരാനിരുന്നത്. പക്ഷെ അതിൽ നോക്കേണ്ടിയിരുന്നതാണ് 302 ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ 302 ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇറ്റ് കുഡ് ബി എ കേസ് ഓഫ് 304, culpable homicide not amounting to murder. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് സുപ്രീം കോർട്ട് പറഞ്ഞതില് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. സുപ്രീം കോർട്ട് പറഞ്ഞത് തിരിച്ചു കടത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് മരണം സംഭവിക്കും എന്ന് അവർക്ക് അറിയില്ലായിരുന്നു, പ്രതിക്ക് അറിയില്ലായിരുന്നു. അതാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. അവിടെയാണ് സുപ്രീം കോർട്ട് ഗോൺ റോങ്. കാരണം വെച്ച് കഴിഞ്ഞാല് അതിന് ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ വേറൊരു ടെസ്റ്റ് ഉപയോഗിക്കണം. രണ്ടുപേര് ആ കുട്ടിയെ മലത്തി കിടത്തിയപ്പോ ആ കുട്ടി മരിച്ചു. സാധാരണ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ മലത്തി കിടത്തിയാലേ കുട്ടി മരിക്കുമോ? ഇല്ല, മരിക്കില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടി മരിക്കാൻ കാരണം? ആ കുട്ടിക്ക് സീരിയസ്ലി ഇഞ്ചേർഡ്. എന്തായിരുന്നു ഇഞ്ചുറിക്ക് കാരണം? അപ്പൊ ഒന്നെങ്കിൽ ട്രെയിനിൽ നിന്ന് വീണു, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ചാടി, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. ഈ 3 സിറ്റുവേഷനാണ് ആ കുട്ടി ട്രെയിനിൽ നിന്ന് വീഴാനായിട്ടുള്ള കാരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൂ കോസ്ഡ് ഇറ്റ്? പ്രതിയാണ് കോസ് ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഹി വിൽ ബി ലയബിൾ ഫോർ ദ ഇഞ്ചുറി കോസ്റ്റ്. അയാളെ പേടിച്ചിട്ട് പുറത്തേക്ക് ചാടിയാലും, അയാള് തള്ളിയിട്ടാലും, അയാള് തല മറ്റേതില് അടിച്ചു എന്നൊരു കേസ് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ അവിടെ. അപ്പൊ അതിന് ബോധം കെട്ടിട്ട് വീണു. ഏതിലാണെങ്കിലും ഹി ഈസ് ദ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ദ കോസേഷൻ. ആ കുട്ടി അതിൽ നിന്ന് വീഴാനുള്ള കാരണം അയാളാണ്. ആ വീഴ്ച കൊണ്ടാണ് ആ ഇഞ്ചുറി സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ. അത് സഫീഷ്യന്റ് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് ആണോ, ലൈക്ലി ടു കോസ് ഡെത്ത് ആണെന്നുള്ളത് ദാറ്റ്സ് എ സീരിയസ് ഇഷ്യൂ ടു ബി ഡിസേൺഡ്. അപ്പോൾ അതിന്റെ ഇമ്പാക്ട് കൊണ്ടും പ്ലസ് റേപ്പിന്റെ ഇമ്പാക്ട് കൊണ്ടാണ് കുട്ടി മരിക്കുന്നത്. എന്താ സെപ്പറേഷൻ പൊസിഷനിൽ കിടത്തിയപ്പോൾ ഇവിടെ ചോക്ക് ചെയ്തു, കഴുത്തിൽ ത്രോട്ടില് ബ്ലഡ് ചോക്ക് ചെയ്തിട്ട് സഫോക്കേറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഇമ്പാക്ട് ഉണ്ടാകാനുള്ള കാരണക്കാരൻ ആരാണ്? പ്രതിയാണ്. പ്രതിയുടെ കോസേഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണം. കോസേഷൻ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ. അതിൽ ഒരു ടെസ്റ്റും കൂടി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. സപ്പോസ് ഇയാൾ സബ്സിക്വന്റ് കോണ്ടാക്ട് നോക്കണം. ഇയാളെ കണ്ടുപിടിച്ചിട്ടോ ഇയാൾ ഉപദ്രവിച്ചിട്ടോ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാനോ ആണ് ആ കുട്ടി അതിൽ നിന്ന് ചാടിയത്. ചാടിയതിനു ശേഷം ഇയാൾ എന്ത് ചെയ്തു നോക്കണം. ഇയാൾ പുറകെ ഇറങ്ങിയതിനു ശേഷം സപ്പോസ് ഇയാള് ആ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നായിരിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ടേക്ക് എ ഡിഫൻസ്. എന്നെ കണ്ടിട്ട് ചാടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല. അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയോട് പൈസ ചോദിച്ചാൽ കുട്ടി തന്നില്ല, ഇനി ഞാൻ ദേഷ്യത്തിൽ ആ കുട്ടി അടിച്ചു, ആ കുട്ടി ചാടി, ഞാൻ അതിന് ശേഷം ഞാൻ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി മേ നോട്ട് ബി ലയബിൾ ഫോർ മർഡർ. പക്ഷെ ഇയാൾ എന്താ ചെയ്യുന്നത്? അയാൾ എന്താണോ അയാളുടെ ഉദ്ദേശം അത് പെർസ്യൂ ചെയ്തു, ഈ കമ്മിറ്റഡ് റേപ്പ് ഓൺ ഹർ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതിൽ കോസേഷൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആദ്യം മുതൽ ഇയാൾ കയറുന്ന മുതൽ ഇയാൾ റേപ്പ് ചെയ്യുന്നതിനുള്ള കോസേഷനിലെ ഹിസ് ഇന്റൻഷൻ സോ ക്ലിയർ. ആ സമയത്ത് മേ ബി എ കേസ് ഓഫ് 304 Part 1, intentionally causing an injury which is likely to cost it. May not be a case of 302. അപ്പൊ അതുകൊണ്ടാണ് സുപ്രീം കോടതി ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചില്ല, ആ കൺസെപ്റ്റുകളൊന്നും നോക്കിയില്ല. 302 അല്ലെന്നുണ്ടെങ്കിൽ 304 ആണോ നോക്കണം, അത് നോക്കിയില്ല. Explain the point fourthly of the 300 mark. Fourthly. അത് ഒന്ന് 299ന്റെ തേർഡ്ലി, അതായത് നോളജോട് കൂടിയുള്ള ഒരു ആക്ട്. ആ ആക്ട് ചെയ്യുന്നതാണ് 299ന്റെ തേർഡ്ലി. അത് നോളജോട് കൂടിയുള്ള ആക്ട് ആണ്. അതിന്റെ ഒരു കുഴിയുടെ മുകളിൽ ഇത് ടർഫ് വിരിക്കുന്നു, അതിന്റെ മുകളിൽ കൂടി ആള് നടക്കുന്നു, വീഴുന്നു, മരിക്കുന്നു. നോളജോട് കൂടിയുള്ള ആക്ട് ആണ്. അത് കുറ്റകരമായ നരഹത്യയാണ്. ശിക്ഷയുണ്ട്, ലൈഫ് ഇംപ്രിസൺമെന്റ് ആകാം, അല്ലെങ്കിൽ 10 years ആകാം, ഫൈൻ ആകാം, എന്തെങ്കിലുമൊക്കെ ആകാം. അതെപ്പോഴാണ് ട്രാൻസ്ഫോം ചെയ്തിട്ട് 302ലേക്ക് കൊലപാതകം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത് എന്നാണ് ഫോർത്തിലി പറയുന്നത്. അതിൽ ഫോർത്തിലി ഈസ് എക്സ്പ്ലെയിൻ ത്രൂ ഇല്ലസ്ട്രേഷൻ ഡി. അതാണ് ഇല്ലസ്ട്രേഷൻസിലാണ് അതിന്റെ ഹാർട്ട്, ഇല്ലസ്ട്രേഷൻസിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇല്ലസ്ട്രേഷൻ ഡി ഇതാണ്. A without any excuse fires a loaded cannon into a crowd of persons and kills one of them. A is guilty of murder, although he may not have had a premeditated design to kill any particular individual. അതായത് അയാൾക്ക് ഒരാളെ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം അയാൾക്ക് വേണമെന്നില്ല. ഇയാൾക്ക് നോളജ് വേണം. അതായത് നോളജ് ഇൻ ദ സെൻസ് അയാൾ ചെയ്യുന്നത് ഒരു ആക്ട് ആണെന്നും ആക്ട് ഇമ്മനന്റ്ലി ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ഓൾ പ്രോബബിലിറ്റി കോസ് ഡെത്ത്, അങ്ങനെ ഒരു ആക്ട് ആണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ, അയാൾക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ബി ലയബിൾ ഫോർ മർഡർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് an immensely dangerous, it must all probability cause death and it caused death. അതിന്റെ ആദ്യത്തെ കേസുകളിൽ ഒരെണ്ണം
ഒരു ഡ്രൈ ഡോക്കിൽ നിൽക്കുന്ന ഷിപ്പ്. ആ ഷിപ്പിന്റെ ഒരു ലിവർ അയാൾ പുള്ളി ചെയ്തു. ആ ലിവർ പുള്ളി ചെയ്തപ്പോൾ ആ ഷിപ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഷിപ്പ് അല്ല, ഒരു വലിയ യോട്ട്. ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മീൻ പിടിക്കാനായിട്ടുണ്ടായിരുന്ന ചെറിയ വഞ്ചികളിൽ ഇടിച്ചിട്ട് ആ വഞ്ചികളിലുണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു. അപ്പൊ അതാണ് എന്റെ ക്ലാസിക് കേസ്. അപ്പൊ അയാളെ അവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ ചെയ്ത ആക്ട് ഇറ്റ് വാസ് ഇമ്മനന്റ്ലി ഡേഞ്ചറസ്, ഇറ്റ് വാസ് ഓൾ പ്രോബിലിറ്റി കോസ്റ്റ്. അത്ര ആക്ട് ആയിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കവർ ചെയ്യാനായിട്ടാണ് ഫോർത്തിലി. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഫയറിംഗ് എ ക്യാൻ. Sir, if intending to kill B, A intending to kill B, shoot him, but the misses and kill C. ഇത് ഫോർത്തിലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? അല്ല, ഫോർത്തിലി ആയിട്ടല്ല കൺസിഡർ. അത് ട്രാൻസ്ഫേർഡ് മാലിസ് 301. അതിൽ ആ വെടി മിസ് ചെയ്തിട്ട് മറ്റേ ആൾക്ക് കൊണ്ടുകഴിഞ്ഞാൽ അത് 301 ആണ്. culpable homicide by causing death of person other than the person whose death was intended. ആരാണോ ഉദ്ദേശിച്ചത് അയാളല്ല മരിച്ചത്, മറ്റൊരാളാണ് മരിച്ചത്. If a person by doing anything which he intends or knows to be likely to cause death, അതാണ് എ വെടിവെക്കുക, commits culpable homicide by causing death of any person whose death he neither intends nor knows himself to be likely to cause. അപ്പൊ വെടി മാറിയിട്ട് മറ്റേ ആൾക്ക് കൊല്ലാണ്. അയാൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ആളെ അല്ലെങ്കിൽ പോലും culpable homicide is committed by the offender, ease of the description of which it would have been if he had caused the death of the person whose death he intended or knew himself to be likely to cause. അപ്പൊ ഏത് ഉദ്ദേശത്തിലാണ് അയാൾ വെടിവെച്ചത് അല്ലെങ്കിൽ എന്ത് ആക്ട് ആണ് ചെയ്തത്, ആ ആക്ടില് അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടുമായിരുന്നു അതേ കൺസെപ്റ്റ്, അതേ ശിക്ഷ ബീനെ കൊന്നതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അതാണ് ട്രാൻസ്ഫേർഡ് മാലിസ്. അത് 403 വരുന്നത്. അത് അങ്ങനത്തെ ഒരു ആക്ട് ആണ്, ഇന്റൻഷണൽ ആക്ട് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗോ ടു 301, ട്രാൻസ്ഫേർഡ് മാലിസ്. Difference between 312 and 313. 312 നമ്മൾ നോക്കി മിസ്കാരേജ്, 312 without consent of miscarriage, woman's consent. നമ്മൾ നോക്കിയ 312 316 ആണ് വിത്തൗട്ട് വുമൻസ് കൺസെന്റ്. അത് വുമന്റെ ഒന്ന് 312ന്റെ ഫസ്റ്റ് ലിമ്പിൽ വരുന്നത് വിത്ത് വുമൻസ് കൺസെന്റ്, മറ്റേത് വിത്തൗട്ട് വുമൻസ് കൺസെന്റ്. കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്ന ഒന്ന് സമ്മതിച്ചിട്ട് ചെയ്യുന്ന, മറ്റേ സമ്മതം ഇല്ലാതെ ചെയ്യുന്നു. രണ്ട് ഹെഡിങ് തന്നെ ക്ലിയർ അല്ലേ? ഫസ്റ്റ് മിസ്കാരേജ് വിത്തൗട്ട് വുമൻസ് കൺസെന്റ്. Second illustration of section 299 is the offender made punishable by section 114 IPC. 299 illustration 2 ആണ് സാർ ചോദിച്ചത്. അതെ. സെക്കൻഡ് illustration. അബറ്റ്മെന്റ്. അബറ്റർ എന്നുള്ള നിലക്കാണ് A will be punished as an abettor. B is exonerated. Bക്ക് അതിന്റെ ശിക്ഷയില്ല. 114 അല്ല വരുന്നത്. 114 വരാം. അബറ്റർ പ്രസന്റ് എന്നുള്ള നിലക്ക് 114 വരാം. ശരിയാണ്. 114 can be read into as an abettor present. അടുത്തൊരു ക്വസ്റ്റ്യൻ വേറൊരു ക്ലാസ്സിനുള്ള ആയിരിക്കണം. റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ്. അത് വേറൊരു ടോപ്പിക്കാണ്. എക്സ്പ്ലെയിൻ. റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് അത് ജനറൽ എക്സെപ്ഷൻ ആണ്. ഇതിന്റെ രണ്ടാമത്തെ എക്സെപ്ഷനിൽ വരുന്നത് പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്യുമ്പോഴാണ്. അതിന്റെ ബേസിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് that person should either apprehend death, grievous hurt, unnatural arrest, rape, then false imprisonment, acid attack. ഇത്തരം സിറ്റുവേഷൻസിൽ അദ്ദേഹത്തെ ഡെത്ത് അപ്രിഹെൻഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 100 നോക്കിയാൽ മതി. അതിൽ ഹി ക്യാൻ കോസ് ഡെത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇഞ്ചുറീസ് ക്യാൻ ബി കോസ്റ്റ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഡെത്ത് കോസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. എക്സീഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി കംപ്ലീറ്റ്ലി എക്സോണറേറ്റഡ്. Please explain the reason of the imposing only fine for accelerating death or euthanasia. അത് യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെഴ്സി കില്ലിംഗ് ആണ്. മെഴ്സി കില്ലിംഗ് എന്ന് പറയുമ്പോൾ അതില് ബേസിക് എലമെന്റ് ഓഫ് മെൻസ്ട്രി ഇല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ വളരെ ചെറിയ പണിഷ്മെന്റ് ആയിട്ട് നിർത്തിയിട്ടുള്ളത്. അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ബോയ്സ് ആൻഡ് പെർക്കിൻസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിലെന്ന് വെച്ചാൽ 2 റോപ്പ് ക്ലൈംബേഴ്സ് തമ്മിൽ റോപ്പ് കെട്ടിയിട്ട് ക്ലൈംബ് ചെയ്യാണ്, മല കയറുകയാണ്. അപ്പൊ മല കയറുന്ന സമയത്ത് ഒരാള് താഴേക്ക് വീണു. ഒരു ക്ലിഫിലേക്ക് അയാൾ തൂങ്ങിക്കിടക്കുകയാണ്, മറ്റേ ആളെ കയറിന്റെ പുറത്ത് തൂങ്ങിക്കിടക്കുകയാണ്. മുകളിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് കയറ് മുറിക്കാതെ വേറെ യാതൊരു മാർഗ്ഗമില്ല. അയാൾ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മരിക്കും.
താഴെ ആരും വരാനോ ഹെൽപ്പ് ചെയ്യാനോ ചാൻസ് ഇല്ല. ഇയാൾക്ക് മറ്റേയാളെ വലിച്ചു പൊക്കി കയറ്റാനും പറ്റില്ല. അയാൾ കൂടുതൽ ഹെവിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ വേറൊരു മാർഗ്ഗം ഇല്ലാണ്ട് വരുമ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന ആളെ കയറ് മുറിക്കുകയാണ്. അപ്പൊ ഇയാൾക്കറിയാം ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഡേഞ്ചറസ്, ഇറ്റ് സ്മോൾ പ്രോബിലിറ്റി കോസ്റ്റ് എന്ന് ഇയാൾക്കറിയാം. അയാൾ താഴെ വീഴുന്നു, അയാൾ മരിക്കുന്നു. ആ സിറ്റുവേഷനിൽ ഇയാൾ ചെയ്തത് പ്രൈവറ്റ് ഡിഫൻസ് അല്ല, പക്ഷെ നെസസിറ്റി ആണ്, സെൽഫ് പ്രിസർവേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടി കവർ ചെയ്യാനായിട്ടാണ്. അത് യുത്തനേഷ്യ അല്ലെങ്കിൽ പോലും യുത്തനേഷ്യ പോലുള്ള ധാരാളം സിറ്റുവേഷൻസ് വരും, സെൽഫ് പ്രിസർവേഷൻ പോലുള്ള സിറ്റുവേഷൻസ് വരും. അതുകൊണ്ടാണ് ഫൈനായിട്ട് നിർത്തിയിട്ടുള്ളത്. യുത്തനേഷ്യ ക്ലിയർ കേസ് ഓഫ് യുത്തനേഷ്യ ഇപ്പൊ അരുണരാമേന്ദ്രന് ശേഷം ബോർഡ് കൂടി യുത്തനേഷ്യ പെർമിസിബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ യുത്തനേഷ്യ പെർമിസിബിൾ അല്ല. എന്നാലും ദാറ്റ് പേഴ്സൺ വിൽ ബി ട്രീറ്റഡ് ആസ് കമ്മിറ്റിംഗ് ഹോമിസൈഡ്. പക്ഷെ പണിഷ്മെന്റ് വിൽ ബി ലെസ്. അതിൽ ഒരു രസകരമായിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ 1918 ലാഹോർ. അതിൽ സംഭവിച്ചാല് പ്രതിയോട് അയാളുടെ സ്റ്റെപ്പ് ഫാദർ പറയും, അയാൾ സ്റ്റെപ്പ് ഫാദറിനെ കൊല്ലാൻ പറയും. അപ്പൊ അയാള് തീരെ ഇഞ്ചേർഡ് ആയിട്ട് തീരെ സുഖമില്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കിടക്കാണ്. അങ്ങനെ ഈ സ്റ്റെപ്പ് സൺ അയാളെ കൊല്ലും. പക്ഷെ സ്റ്റെപ്പ് ഫാദറിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ 3 ശത്രുക്കളുണ്ട്, അവര് കൊടുക്കാനായിട്ടാണ്, അവര് കൊന്നു വരുത്താനായിട്ടായിരുന്നു. അതായിരുന്നു അയാളുടെ ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശത്തിനോട് കൂടി കൊന്നതായതുകൊണ്ട് ഇത്രേഷ്യ എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റെപ്പ് സൺ വാസ് കൺവിക്റ്റഡ്. പക്ഷെ കുറെ ലെസർ, വെരി ലെസർ സെന്റൻസ്. ക്രൈം ചെയ്യുന്ന കണ്ട പോലീസ് ട്രേസ് ചെയ്യുമ്പോൾ ആക്സിഡന്റലി കിണറ്റിൽ വീഴുകയാണെങ്കിൽ സെക്ഷൻ 3 ഓർ സെക്ഷൻ 300 ഓർ 219 ഏതായിരിക്കും? പോലീസുകാർ ഓടിച്ചിടുമ്പോ വിടാൻ അല്ലല്ല, പോലീസുകാർ ക്രൈം ചെയ്യുന്ന കണ്ട പോലീസ് ട്രേസ് ചെയ്യുമ്പോ അതെ പോലീസ് ഓടിച്ച് കിണറ്റിൽ വീഴുന്നത് ആക്സിഡന്റ് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാർ ഓടിച്ചിടുന്നു. അതെല്ലാമാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഡിസിഷൻ. 79 സുപ്രീം കോർട്ട് 1876, 79 സുപ്രീം കോർട്ട് 1876. അതിലെങ്ങനെ സംഭവിച്ചത്? ഒരടിയുണ്ടായി, അടിയെ സംബന്ധിച്ച് ഒരാളെ വെട്ടിക്കൊന്നു, മറ്റേ ആൾ ഇറങ്ങി ഓടി, അയാളുടെ പുറകെ ഇവർ ഓടിച്ചിട്ടപ്പോ ഇയാളെ കിണറ്റിൽ ചാടി. അങ്ങനെയാണ്. പക്ഷെ അതിൽ അയാൾ ചാടിയതുകൊണ്ടാണ്. പക്ഷെ അത് മനഃപൂർവ്വം ചാടിക്കുകയാണെങ്കിൽ ഇവര് ഒരു കടൽ തീരത്തേക്കാണ് ഓടിച്ചോണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരത്തേക്കാണ് ഓടിച്ചോണ്ട് പോകുന്നത്, അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഓടിച്ചിട്ട് ചാടിച്ച് കൊല്ലണം എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ബുക്ക് ഫോർ കൾപ്പബിൾ ഹോംസൈഡ്. പോലീസുകാർക്കെതിരെ കേസെടുക്കാം, സംശയമില്ല. പക്ഷെ ഇയാളെ രക്ഷപ്പെടാൻ വേണ്ടി ചാടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എ ഡിഫറെന്റ് സിറ്റുവേഷൻ. Does barge disaster come under section 304? ബാർജ് ഡിസാസ്റ്റർ ആണെങ്കിൽ ഡിസാസ്റ്റർ ആണെങ്കിൽ വരില്ല, ഡിസ്മേജർ ആണ്, ഇന്റൻഷണൽ ആക്ട് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും കോസേഷൻ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പൊ കോമൺ സെൻസ് ടെസ്റ്റ് കൊണ്ട് ഉപയോഗിക്കും. അയാളിപ്പം അങ്ങോട്ട് കൊണ്ടുപോകണമായിരുന്നോ, സെയിൽ ചെയ്യണമായിരുന്നോ, അങ്ങനെയുള്ള തർക്കങ്ങൾ അഡീഷണൽ ആയിട്ട് വരും. അല്ലെങ്കിൽ ഡിസ്മേജർ ആണെങ്കിൽ ഒഫൻസ് ഇല്ല. A public servant exceed his power by shooting down the accused when he tries to escape along with his infant child. Both is died of the gunshot. Would be liable to murder. മർഡർ അല്ല, കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. മനസ്സിലായ കാരണം വെച്ച് കഴിഞ്ഞാല് അതില് അയാൾക്ക്, പക്ഷെ അയാള് ഈ അറസ്റ്റ് ചെയ്ത ആള് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആള് അയാള് ഡെത്ത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ അറസ്റ്റ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഷൂട്ട് ഹിം, അതിൽ സംശയമില്ല. അല്ലാത്തൊരു കേസിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെടിവെക്കുകയോ മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എക്സീഡിങ് ഹിസ് റൈറ്റ്സ് ഗിവൺ ടു ഹിം അണ്ടർ ലോ. അതുകൊണ്ട് പബ്ലിക് സർവന്റ് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി പണിഷ്ഡ് ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. കൂത്തുപറമ്പില് അങ്ങനെയല്ല സംഭവിച്ചത്. ബാബുക്കുട്ടി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ അയാള് തോക്ക് മേടിച്ചിട്ട് വെടിവെക്കായിരുന്നു, മറ്റൊരു ഓഫീസറിന്റെ തോക്ക് മേടിച്ചിട്ട് വെടിവെക്കാം. വിൽ ബി ലയബിൾ നോട്ട് ഫോർ 302, maybe culpable homicide not amounting to murder. How to knowledge under section 299 and 304A is different. 304A നോളജിനെ കുറിച്ച് പറയുന്നില്ല. 304A refers to the rashness or negligence. പക്ഷെ അതില് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ഒരു ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഇന്ത്യൻ ലെവലിൽ ഇതുവരെ അത് ഡിസ്കസ് ചെയ്ത് കണ്ടില്ല. 304A വായിക്കാം. Poor causes death of any person by doing any rash or negligent act. എന്നിട്ട് അടുത്ത വാക്ക് വിട്ടിട്ട് വായിക്കാം. Shall be punished with for a term which may extend to 10 years. Sorry, 2 years. അതിന്റെ ഇടയ്ക്കുള്ള നമ്മൾ സ്കിപ്പ് ചെയ്ത വാക്ക് നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോംസൈഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? If the rash act or the negligent act may also amount to culpable homicide. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ he will be getting a greater punishment. അതിന്റെ ക്ലാസിക് കേസ് എന്ന് പറയുന്നത് ഭോപ്പാൽ ട്രാജഡിയാണ്. ഭോപ്പാൽ ട്രാജഡിയിൽ 304A was charged. പക്ഷെ അവരുടെ നെഗ്ലിജൻസ്, സപ്പോസ് ദ പ്രോസിക്യൂഷൻ വാസ് ഏബിൾ ടു പ്രൂവ് ദാറ്റ്
ഇറ്റ് വാസ് ഗ്രോസ് നെഗ്ലിജൻസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ they can be convicted for 304, not under 304A. അതിന്റെ വാക്കിന്റെ പ്രത്യേകത ഇതാണ്, നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോംസൈഡ് എന്നുള്ള ഒരു 2 വാക്കുകൾ അതിന്റെ ഇടയിലുണ്ട് 304A. പക്ഷെ ഇതുവരെ അത് ഇന്ത്യൻ ലെവലിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇഫ് ഇറ്റ് ഇസ് ഗ്രോസ് നെഗ്ലിജൻസ് ഇറ്റ് മേ ഗോ ടു 304 or even 302, 302ന്റെ ഫോർത്തിലേക്ക് വരാം. Euthanasia is possible to animal in India. ആനിമല് പോസിബിൾ ആണ്. ഇപ്പൊ ഞങ്ങളൊക്കെ പട്ടിയെ വെറ്ററിന് വന്നിട്ട് അവരാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, തീരെ വേറെ റിക്കവറി ഇല്ലാൻ പറ്റാത്തത്. അത് പോസിബിൾ ആണ്, അവർക്ക് അത് ബില്ലൊക്കെ ചെയ്യും, അത് പോസിബിൾ ആണ്. Difference between illustration C of section 299 and section 301. ഇല്ലസ്ട്രേഷൻ സിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലസ്ട്രേഷൻ 301ന്റെ സി ആണ് സാർ ചോദിച്ചത്. 301 അല്ല, 300ന്റെ സി ആണ്. 399. 299ന്റെ സി. സോറി, 299. 299ന്റെ സിയും 301. 301 അത് 301ന്റെ പർപ്പസ് ആണ്. ആ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇല്ലസ്ട്രേഷൻ സി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നു, എഡ്വേർഡ് കോക്കിന്റെ ഒരു തിയറി ഉണ്ടായിരുന്നു 1601 ട്രാൻസ്ഫർ മാലിസിനെ സംബന്ധിച്ച്. അതായത് അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ചിട്ട് മാലിസ് ടു കിൽ ആൻ ആനിമൽ വിൽ ട്രാൻസ്ഫോം ടു ദ മാലിസ് ഓഫ് കില്ലിംഗ് എ പേഴ്സൺ. ഒരു പക്ഷിയെ വെടിയൊക്കെയാണ്, ആ വെടി മാറി ഒരു മനുഷ്യനെ കൊണ്ടുകഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാലിസ് വരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. പക്ഷെ ആ കാലത്ത് ഉണ്ടായിരുന്ന മറ്റു ജൂറിസ്റ്റുകളെ സംബന്ധിച്ചില്ല. അവർ പറഞ്ഞു മാലിസ് വിൽ ബി ട്രാൻസ്ഫർ ഓൺലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം ആനിമൽ ടു ആനിമൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇല്ലസ്ട്രേഷൻ സി കൊണ്ടുവന്നിട്ടുള്ളത്. സിയുടെ ഇല്ലസ്ട്രേഷൻ അനുസരിച്ചിട്ട് ഒരു പശീനെ വെടി വെച്ചിട്ട് ആ വെടി മാറി വേറെ ആൾ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഒഫൻസ് ഇല്ല എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ദാറ്റ് മേ എമൗണ്ട് ടു റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട്. അത് വേണമെങ്കിൽ വരാം. നമ്മളൊരു മരത്തിൽ വെടിവെക്കാണ്, ഒരു പക്ഷേ മരത്തിൽ നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിലുള്ള ഒരു മരത്തിൽ വെടിവെക്കാണ്, അതിനപ്പുറത്ത് ഒരു മരം വെട്ടുകാരൻ ഇരുന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അയാൾക്കിട്ട് വെടികൊണ്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ you may be liable for causing death by rash or negligent act, not for murder. അപ്പൊ ട്രാൻസ്ഫർ മാലിസ് എന്നുള്ള കൺസെപ്റ്റിലല്ല വരുന്നത്. റാഷ്നെസ് ഓർ നെഗ്ലിജൻസ് എന്നുണ്ടെങ്കിൽ ഫോർ ദാറ്റ് യു വിൽ ബി ലയബിൾ. ഇല്ലസ്ട്രേഷനിൽ പറയാത്തത് വെച്ച് കഴിഞ്ഞാൽ 304A was inserted subsequently in 1870. അതുകൊണ്ടാണ് ഇല്ലസ്ട്രേഷനിൽ അത് വരാത്തത്. Section 299 illustration B, why A is not guilty of culpable homicide amounting to murder. A had an intention to kill Z. അതെ, അത് വരും. എന്ന് വെച്ചാല് അത് ഞാൻ അതിന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വെച്ചാൽ ഈ 1810 വാക്കുകളിൽ 26 സ്ഥലത്ത് മർഡർ എന്നും 20 സ്ഥലത്ത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നും പറയുന്നുണ്ട്. അപ്പൊ ചില സ്ഥലത്ത് വളരെ കാഷ്വൽ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഫാക്ട്സ് ഇന്റൻഷൻ എക്സെട്ര. അതുമായിട്ട് ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ വെച്ചാൽ അയാൾക്ക് നേരത്തെ പ്രീമെഡിറ്റേറ്റഡ് മാലിസ് ഉള്ള ഒരാളാണ്, അങ്ങനെയെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മേ എമൗണ്ട് ടു മർഡർ. അപ്പൊ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ആയിക്കോട്ടെ 46 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചില സ്ഥലത്ത് അത്ര കെയർഫുൾ ആയിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ ആൻഡ് ഫാക്ട്സ് ടു ബി പ്രൂവ്ഡ്. Stabbed to the pregnant lady, fetus destroyed, lady survives, he will be the offense. മിസ്കാരേജ് ആണ് മിസ്കാരേജ്. അതായത് ഗർഭിണിയായ സ്ത്രീയെ അടിച്ചു, അപ്പം ഭ്രൂണം ഡിസ്ട്രോയ് ആയി. അങ്ങനെയാണെങ്കിൽ അത് 316 കവർ ചെയ്യുന്നതാണ്. 316 അതാണ് അവർക്ക് ഒരു ഇഞ്ചുറി കോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ആ ഇഞ്ചുറി കൊണ്ട് ഭ്രൂണം മരിക്കാറുണ്ട്. അത് 316 കവേർഡ് ആണ്. അതാണ് 316 പർപ്പസ്. 10 years. Suicide or accident death while on abduction. While on abduction. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. Explain the liability of the abductor if the victim commits suicide or accident death. അങ്ങനെ അതാ ഫാക്സ് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ അബ്ഡക്ട് ചെയ്യുന്ന ആൾക്ക് അബ്ഡക്ട് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സബ്സിക്വന്റ് ആയിട്ട് അയാള് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് തട്ടിക്കൊണ്ടുപോകാനായിരിക്കും. അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം ആ കുട്ടി സൂയിസൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിപെൻഡ്സ് അപ്പോൺ ദ ഫാക്ട്സ്. ഇയാളുടെ ഉദ്ദേശം
കല്യാണം കഴിക്കാനായിരുന്നു, ആ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ആക്ട് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മേ നോട്ട് ബി ലയബിൾ. കോസേഷൻ അത്ര എളുപ്പമല്ല, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള സിറ്റുവേഷൻ. പലപ്പോഴും മെൻസിലേനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ് കോസേഷൻ. Which is the gravest form of the culpable homicide known as murder? ഗ്രേവസ്റ്റ് ഫോം ആണ് മർഡർ. അതിലെ 3 തരത്തിലാണ് ഇന്ത്യൻ ലോയിൽ ഉള്ളത്. ഒന്ന് 302 പണിഷ്മെന്റ്, ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. 2 304 പാർട്ട് 1, അത് 10 years to ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. 3 പാർട്ട് 2, 10 years മാക്സിമം 10 years മിനിമം ഫൈൻ. അങ്ങനെ 3 തരത്തിലാണ്. അപ്പൊ മർഡർ കണ്ടു കഴിഞ്ഞാൽ 302 ഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഇല്ല, ഡെത്ത് ഓർ ലൈഫ് മാത്രം. അല്ലാണ്ട് കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ട് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്റൻഷണൽ ആണോ എന്ന് നോക്കും. ഇന്റൻഷണൽ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈഫ്, മിനിമം 10. നോളജോട് കൂടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം 10, മിനിമം ഫൈൻ. Explain നാനാവതി കേസ്. അത് ഇതിൽ നാനാവതിയില് സഡൻ പ്രൊവോക്കേഷൻ ആയിരുന്നു ഡിഫൻസ്. 62 സുപ്രീം കോർട്ട് 605, 1962 സുപ്രീം കോർട്ട് 605. അതോടെയാണ് ഇന്ത്യയിലെ ജൂറി ട്രയൽ നിർത്തലാക്കിയത്. നാനാവതിയിലെ സിറ്റുവേഷൻ ഇതായിരുന്നു. നാനാവതി നമ്മുടെ തലശ്ശേരി കൃഷ്ണമേനോൻ സാറിന്റെ, വിജയ കൃഷ്ണമേനോന്റെ മിലിറ്ററി അറ്റാഷെ ആയിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചത് സിൽവിയ, അവരൊരു കനേഡിയൻ ഇംഗ്ലീഷ് ലേഡിയായിരുന്നു. അതിനുശേഷം ഇയാൾ സെയിലിംഗിലായിരുന്നു. ഇയാൾ തിരിച്ചു വന്നപ്പോൾ അവർ സാർ കൺഫസ് ചെയ്യാണ്, എനിക്ക് ഒരു അഹൂജ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയാണ്. അത് കേട്ടതിന് ശേഷം നാനാവതി ഇവരെ കൊണ്ടുപോയി തിയേറ്ററിലാക്കി, വൈഫിനെയും കുട്ടികളും തിയേറ്ററിലാക്കിയിട്ട് ഷിപ്പിൽ പോയി ഇയാളുടെ സർവീസ് റിവോൾവർ എടുത്തുകൊണ്ട് വന്നു. അവിടെ ചെറിയ ഓഫീസിന്റെ വർക്കൊക്കെ ചെയ്ത് തീർത്തിട്ട് അഹൂജയുടെ അടുത്ത് ചെന്നു. ഇത് ചോദിച്ചപ്പോ അഹൂജ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അഹൂജ പറഞ്ഞു, അങ്ങനെ കല്യാണം കഴിക്കാണെങ്കിൽ ഒരുപാട് പേര് കല്യാണം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇയാള് വെടിവെച്ചു കൊന്നു. ഓൾട്ടർനേറ്റ് തർക്കം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിവലിയിലാണ് ഫയർ ചെയ്തത്. അത് 2 തർക്കം ഉണ്ടായിരുന്നു, ഗ്രേവ് സഡൻ പ്രൊവോക്കേഷനും ആക്സിഡന്റൽ ഫയറിംഗും. പക്ഷെ അത് രണ്ടും റിജക്ട് ചെയ്തു. ആൻഡ് ഹി വാസ് കൺവിക്റ്റഡ് ഫോർ മർഡർ. വെച്ചാൽ പ്രൊവോക്കേഷൻ ഗ്രേവ് ആയിരുന്നുള്ളൊരു സംശയമില്ല, പക്ഷെ ഇറ്റ് വാസ് നോട്ട് ഗ്രേവ് ആൻഡ് സഡൻ. ഗ്രേവ് ആൻഡ് സഡൻ ആയിരിക്കണം. അതായത് ഇയാൾക്ക് പ്രൊവോക്കേറ്റഡ് ആയതിനു ശേഷം ഇയാളവിടെ പോയി തോക്കെടുത്തു, തിരിച്ചു വന്നു. ആ സമയത്ത് ഗ്രേവ് ആൻഡ് സഡൻ എന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹി വാസ് കൺവിക്റ്റഡ് ഫോർ ലൈഫ്. അതിനുശേഷം അന്ന് എനിക്ക് തോന്നുന്നു നെഹ്റുവിന്റെ സിസ്റ്റർ, അവരായിരുന്നു ബോംബെയിലെ ഗവർണർ. എന്നിട്ട് ഗവർണർ അദ്ദേഹത്തിന് പാർഡൺ കൊടുത്തിട്ട് 3 വർഷം 4 വർഷം കഴിഞ്ഞപ്പോൾ അയാളെ റിലീസ് ചെയ്തു. അധികം നാളായിട്ടില്ല, ഒരു വിതിൻ 10 years ആണ് നാനാവതി മരിക്കുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസാണ്. ജത്മലാനി ആയിരുന്നു പ്രോസിക്യൂഷൻ, 62 സുപ്രീം കോർട്ട്. സാർ എത്രയൊക്കെ ഡൗട്ട് വന്നിട്ടുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും നേരിട്ട് എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാം സാർ, കണക്ട് ചെയ്യാം. ഓരോരുത്തരായിട്ട് ഈ സബ്ജക്റ്റിലേക്ക് കൺഫേം ചെയ്യണേ. സാർ ഒരു ഡൗട്ട് ചോദിക്കാമോ? ചോദിക്കും സാറേ, അറിയെങ്കിൽ പറയാം. സാർ ഈ എക്സെപ്ഷൻ 1 ഉണ്ടല്ലോ, സെക്ഷൻ 300ന്റെ, അതിനകത്ത് ഈ വിക്ടിമിന്റെ ജെൻഡറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഈ ലവ് ഫെയിലിയർ അറ്റാക്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ഉള്ള കൺസെപ്റ്റ് എങ്ങനെയാണത് മെസ്സേജ്? കാരണം അക്യൂസിനത് സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒരു ജോക്ക് ആയിരിക്കും. അല്ല, അത് വെച്ചാൽ അത് സഡൻ ഇതിലെല്ലാത്തിലും 2 കൺസിഡറേഷൻ ആണ്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് പ്യൂർലി ഒബ്ജക്റ്റീവ് ആണ്, സബ്ജക്റ്റീവ് ആണ്. അയാളെ സംബന്ധിച്ചുള്ള ഒരേ സിറ്റുവേഷനിൽ രണ്ടുപേരും ഒരേ ആൻസർ, ഒരാളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ആൻസർ കൊണ്ട് 2 പേരും 2 തരത്തിലായിരിക്കും പ്രൊവോക്ഡ് ആകുന്നത്. അപ്പൊ അതാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. 2 ഒബ്ജക്റ്റീവ്, രണ്ടും കൂടി നോക്കേണ്ടി വരും. സബ്ജക്റ്റിവിറ്റി നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇയാൾ പറഞ്ഞു എല്ലാവരും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു, അത് എല്ലാവരെ സംബന്ധിച്ച് പ്രൊവോക്കേറ്റീവ് ആയിരിക്കില്ല, പക്ഷെ ആ സിറ്റുവേഷനിൽ അയാളെ സംബന്ധിച്ചുള്ള പ്രൊവോക്കേറ്റീവ് ആയിരിക്കും. അതൊരു കൺസിഡറേഷൻ. 2 ഒബ്ജക്റ്റീവ്, അതായത് അങ്ങനെയുള്ള പ്രൊവോക്കേഷനിൽ ഇയാൾ എന്ത് ചെയ്യണമായിരുന്നു. സാധാരണ ഒരാൾ എന്ത് ചെയ്യുമായിരുന്നു, ചിലപ്പോൾ അടി കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചവിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്തിനാണ് അയാൾ വെടിവെച്ചു കൊടുക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു ഹൈബ്രിഡ് സിറ്റുവേഷൻ ആണ് ഇത്തരം സിറ്റുവേഷൻ. 2 അപ്രോച്ചും ഉണ്ട്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. പിന്നെ വരുന്ന ഇപ്പൊ ഒരു ജെൻഡറിന്റെ ഇതുണ്ടോ എന്ന് ചോദിച്ചാല് ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതങ്കാൽ സിൻഡ്രോം എന്ന് തമിഴ്നാട്ടിൽ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. നല്ലതങ്കാൽ സിൻഡ്രോം, അതായത് ഇംഗ്ലീഷ് നോയില് ഒരു ബാറ്റേഡ് വുമൻ സിൻഡ്രോം എന്ന് പറയും. അതായത് സ്ഥിരമായിട്ട് ഡൊമസ്റ്റിക് വയലൻസിൽ പെട്ടിട്ടുള്ള സ്ത്രീകള് അവര് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് അതിൽ ഗ്രേവ് ആൻഡ് സഡൻ ആയിരിക്കണമെന്നില്ല. ഒരുപാട് നാളായിട്ട് അനുഭവിക്കുന്ന ക്രൂരകൃത്യങ്ങളായിരിക്കും ഭർത്താവിന്റെ കയ്യിൽ നിന്ന്. അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് അത്
ഇന്ത്യൻ ലോയിൽ അങ്ങനെ ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ കോടതികളുടെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻഡ് പ്രൊവോക്കേഷൻ എന്നുള്ളതിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഗ്രേവ് ആൻഡ് സഡൻ എന്നുള്ളതിന് പകരം പ്രൊവോക്കേഷൻ ഒരു ഡിഫൻസ് ആണ്. അപ്പൊ ഗ്രേവ് ആൻഡ് സഡൻ അല്ലെങ്കിൽ പോലും സസ്റ്റെയിൻ പ്രൊവോക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ കൊണ്ടുവരാം. അതാണ് നല്ലതങ്കാൽ സിൻഡ്രോം ഇന്ത്യൻ ലോയിൽ. തമിഴ്നാട്ടിൽ മാത്രമേ അത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇംഗ്ലീഷ് ലോയിലാണെന്നുള്ളത് ബാറ്റേഡ് വുമൺ സിൻഡ്രോം. അത് ജെൻഡറിൽ അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാറ്റേഡ് വുമൺ ആണെന്നുണ്ടെങ്കിൽ ഷി വിൽ ബി ഗിവൺ എ ബെനിഫിറ്റ് ശിക്ഷ വരുമ്പോൾ. 40 അലഹബാദിൽ അങ്ങനെയാണ്. അവർക്ക് ചെറിയ ശിക്ഷ കൊടുത്തു, 6 മാസമായിട്ട് ശിക്ഷ ചുരുക്കി കൊടുത്തു. ഫോൺ ഗിൽറ്റി, കുട്ടീനെ കൊണ്ട് ജനറൽ ചാടിയതിന്റെ ഫോൺ ഗിൽറ്റി, അതും ബാറ്റേഡ് വുമൺ ആണ്. ഒരുപാട് മാസങ്ങളായിട്ട് അയാൾ ഉപദ്രവിക്കുകയാണ്. അത് ബാറ്റേഡ് വുമൺ സിൻഡ്രോം ആണ്, അല്ലാതെ ജെൻഡറിന്റെ വ്യത്യാസമൊന്നുമില്ല. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അത് അതെ, അത് പ്രൈവറ്റ് ഡിഫൻസിൽ കവർ ചെയ്യുന്നുണ്ടല്ലോ. അയാളുടെ മാത്രമാണെന്നല്ല, അയാളുടെ പ്രസൻസിലുള്ള ഒരാളുടെ ആകാം. പക്ഷെ സെൽഫ് പ്രിസർവേഷൻ ആയിരിക്കും. 6 വേഴ്സസ് ഡെഡ്ലി സ്റ്റീഫൻ, അതിൽ സെൽഫ് പ്രിസർവേഷൻ ആയിരുന്നു. ഒരാളെ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒരാളെ കൊന്നു തന്നു, അത് പറ്റില്ല. പക്ഷെ അതിലും ചെറിയ ശിക്ഷ കൊടുത്തുള്ള അവസാനം 6 മാസമായി കൊടുത്തു. അദ്ദേഹം ലൈഫ് കൺവിക്ട് ചെയ്തിട്ട് പിന്നെ അവസാനം 6 മാസമാക്കി ശിക്ഷ കുറച്ചു കൊടുത്തു. സെൽഫ് പ്രിസർവേഷൻ ഡിഫൻസ് അല്ല, നമ്മളുടെ വിസിറ്റിലുള്ള ആളുടെ പ്രൈവറ്റ് ഡിഫൻസ് ആണ്. സാർ, ഈ ബ്രെയിൻ ഡെത്തിന്റെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? എന്താ സാറേ? ബ്രെയിൻ ഡെത്ത് ഉണ്ടല്ലോ, ബ്രെയിൻ ഡെത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മർഡർ എന്ന് പറഞ്ഞുകൂടെ? കാരണം എന്താ വെച്ചാൽ മർഡർ എന്നല്ല, അതൊരു ഹോമിസൈഡ് ആയിട്ട് കണക്കാക്കിക്കൂടെ? കാരണം ഞാൻ ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോ ആ ഡോക്ടർ പറഞ്ഞത്, ഒരു മെഡിസിൻ ഹെഡാണ് ഒരു മെഡിക്കൽ കോളേജിലെ. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ചോദിച്ചു വെദർ ദർ ഇസ് എനി ചാൻസ് ഫോർ കമ്മിങ് ബാക്ക് ടു ദ ലൈഫ്. അപ്പൊ പുള്ളി പറഞ്ഞു എല്ലാ കേസുകളും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷെ സാധാരണ എല്ലാവരും എന്താ വെച്ചാൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോഴേക്കും ബാക്കി അവയവങ്ങളെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേഴ്സി കില്ലിങ്ങിന്റെ പോലത്തെ ഒരു ഇഫക്റ്റ് അല്ല വരുന്നത്? അതെ, അത് മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ചില കുറെ കൺസെപ്റ്റുകൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ട കാലം കഴിഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞത്, മറ്റു രാജ്യങ്ങളെല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റീമേക്ക് ചെയ്തു. നമ്മൾ മാത്രം ചെയ്തിട്ടില്ല. ഡയറക്റ്റ് എവിഡൻസ് ഉള്ള കേസിൽ മോട്ടീവ് റെലവെന്റ് അല്ല എന്നുള്ളത് സെറ്റിൽഡ് പൊസിഷൻ ആണോ സാർ? അത് എല്ലാ കേസിലും ബാധകമാണോ? അതെ സാറേ, അതെ. ചില മോട്ടീവിന് ഇമ്പോർട്ടൻസ് വരുന്ന വെച്ചാല് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ മോട്ടീവ് ഒരു സ്ട്രോങ് ലിങ്ക് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കൊല്ലാൻ സാധ്യതയുള്ള ഒരാളായിരിക്കും. ഒരു സീരിയസ് ഒരുപാട് കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ്. അയാൾക്കാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊന്നു പറയാമെന്നുണ്ടെങ്കിൽ എന്റെ മോട്ടീവ് പ്രൂവ് ചെയ്യണം. പക്ഷെ ഡയറക്റ്റ് എവിഡൻസ് ഉള്ള കേസിൽ ഒരിക്കലും മോട്ടീവ് പ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് മോട്ടീവ് ചിലപ്പോൾ ഇയാൾ ഒരിക്കലും പുറത്ത് പറഞ്ഞൊന്നും വരില്ല, ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അങ്ങനത്തെ ധാരാളം കേസുകളുണ്ട്, മോട്ടീവ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ. അതുകൊണ്ട് ഡയറക്റ്റ് എവിഡൻസിനെങ്കിലും മോട്ടീവ് വേണ്ട. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മോട്ടീവ് വേണമെന്ന് പറയുന്നത് ഓൺ എ സേഫർ സൈഡ് ചെയിൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. വേറെ ആരും അല്ല എന്നുള്ള ആ ഒരു പോസിബിലിറ്റി കൂടെ റൂൾ ഔട്ട് ചെയ്യാനായിട്ടാണ് മോട്ടീവ് പ്രൂവ് ചെയ്യുന്നത്. Accused committing abduction and the person got abducted found dead subsequently. The accused claimed suicide. That the person got abducted, he committed suicide. That's a claim of the accused. But whether the last scene theory can be considered as a defense on the very inception of the litigation. സാർ, ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. എനിക്ക് മനസ്സിലായത് ഒരാൾ അബ്ഡക്ട് ചെയ്തതിനു ശേഷം The offense of 364 there is direct evidence. But the abducted person he found dead subsequently under the custody of the accused. അതൊരു പെൻഡിംഗ് കേസ്. So the last is a technical question. So there is direct evidence. There is direct evidence for the abduction, because a person got abducted in presence of some others. Subsequently, he found dead under the custody of the accused. He is claiming that the abducted person found dead. That is his claim. Okay, he claiming that the abducted person he found dead. But the last scene theory is applicable. Whether that last scene theory can be considered, and the charge can be filed under section 202
without going to the merit of his claim of suicide? That is my question. പോസിബിൾ ആണ്, ഡിപെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻ. അത് ഫാക്ട്സ് കൂടി നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെയിം സെറ്റ് ഓഫ് ഫാക്ട്സിൽ ഒരു അപ്പീൽ പെൻഡിംഗ് ആണ് ഹൈക്കോടതി. So the burden is shifting to the shoulder of the accused. Is it mandate that the prosecution has to establish there is an absolute murder? Is it required or not? അതെ, കോസ് ഓഫ് ഡെത്ത് പ്രൂവ് ചെയ്യണം. ഇയാളാണ് അതിന്റെ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് ഇസ് ദ അക്യൂസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ലാസ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല, കോസ് ഓഫ് ഡെത്ത് കൂടി പ്രൂവ് ചെയ്യണം. ഇയാളായിരുന്നു പ്രോക്സിമേറ്റ് കോസ് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ I will explain my question once again, sir. The case of 364 is established. Abduction is established, there is directed. They are claiming ransom also. Subsequently, the abducted person found dead under the custody of the accused. Then they are claiming, the accused claiming that the abducted person committed suicide. So there the question, on the basis of the last scene theory, the burden shifting to the shoulder of the accused. Whether the accused can take such a defense on the very inception of the litigation. That's my question. അത് എടുക്കാം, എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് There is no hardship for filing charge under section 302. Is there any hardship? If the prosecution is overburdened for proving the section 302 with some other evidence, is it required? അല്ല, അത് പോസിബിൾ ആണ്. പക്ഷെ സാർ പറഞ്ഞ സെയിം സെറ്റ് ഓഫ് ഫാക്ട്സിന്റെ അപ്പീൽ പെൻഡിംഗ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മാറ്റർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ കമന്റ് പറയണ കെവിൻ മർഡർ, കോട്ടയത്തെ കെവിൻ മർഡർ സെയിം സെറ്റ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞതിന്റെ പേജ് നമ്പർ ഒന്ന് പറയാമോ സർ? ഏത് സാറേ? 1958 സുപ്രീം കോർട്ട് 465 465 സാർ ഒരു ചോദ്യം. ഹലോ, ചോദിച്ചോട്ടെ? അതെ, ഈ നമ്മുടെ പ്രോസിക്യൂഷൻ കേസ് പ്രകാരം 302 ആണെങ്കിലും അത് എവിഡൻസ് അനുസരിച്ച് നമ്മളെ എവിഡൻസ് അനുസരിച്ച് 304 ആണ്. അപ്പൊ നമുക്ക് ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേണ്ട, ചാർജ് ഓൾട്ടർ ചെയ്യേണ്ട കാര്യമില്ല. ലെസർ ഒഫൻസ് അല്ലേ, ലെസർ ഒഫൻസിലേക്ക് കൺവിറ്റ് ചെയ്യാം. 221 CRPC അനുസരിച്ച് ലെസർ ഒഫൻസിൽ കൺവിറ്റ് ചെയ്യാം. ചാർജ് ഓൾട്ടർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഗ്രേവർ ഒഫൻസിലേക്ക് പറ്റില്ല. 304 ചാർജ് ചെയ്തത് 302ലേക്ക് പറ്റില്ല. 302 ചാർജ് ചെയ്ത് 304ലേക്ക് പറ്റും. അതിന് ചാർജ് ഓൾട്ടർ ചെയ്യേണ്ട കാര്യമില്ല. 304 വരില്ലേ ട്രയൽ നടത്താൻ? ചാർജ് ഓൾട്ടർ ചെയ്യണ്ട. ഏതാണ് 304 പ്രൂവ് ചെയ്തില്ല 304ലേക്ക് കൺവിറ്റ് ചെയ്യാം, 326ലേക്ക് കൺവിറ്റ് ചെയ്യാം, 324ലേക്ക് കൺവിറ്റ് ചെയ്യാം. എല്ലാം പോസിബിൾ ആണ്. ട്രയലിന് മുമ്പ് നമുക്ക് ഡിസ്ചാർജ് 302 കളയാൻ പറ്റില്ല, എന്നിട്ട് 304 ആക്കാൻ പറ്റും. അങ്ങനെ പറ്റും. അത് 302ന്റെ കേസ് അല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ 304ല് ചാർജ് ഫ്രെയിം ചെയ്യും. പക്ഷെ അപ്പൊ റിസ്ക് ഉണ്ട്. ആ സമയത്ത് നമ്മൾ इसने केक खुद काटा और खुद खा रही है, किसी को दे भी नहीं रही, थोड़ी बदतमीज. ഹലോ സാർ, ട്രയലിലാണ് കൂടുതൽ നല്ലല്ലേ? ട്രയലിലാണ് കൂടുതൽ നല്ലല്ലേ? ട്രയൽ കഴിഞ്ഞിട്ട് ട്രയലിലാണ് നമുക്കത് വരുത്താൻ നല്ലത്. ട്രയലിൽ വരുത്താൻ നല്ലത്. അല്ലെങ്കിൽ you will be considering that you have committed an offense of 304. Sir, 165 is an Evidence Act. Court can ask relevant questions, even irrelevant questions, whether that can be recorded in the deposition and it can be used for conviction in any way by the court, sir. Last section അവസാനിക്കുന്നത് എങ്ങനെയാണ്? But the judgment should be based on the facts declared relevant by the statute എന്നാണ് അവസാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ടത് അതിന്റെ പുറത്ത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഏതെങ്കിലും ആസ്പെക്ടിൽ ജഡ്ജ് റിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ജഡ്ജ് കോർട്ട് ക്വസ്റ്റൻ ആയിട്ട് എഴുതണം. എഴുതിയിട്ട് അതിന് ഓൺ ഫെയർനെസ് ക്രോസസ് പെർമിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ that is unfair. So court can rely upon that for finding, recording a finding. അതെ, റിലൈ ചെയ്യാൻ കുഴപ്പമില്ല. That should be something which is declared relevant by the statute. ഒരു ഹിയർസേ ചോദിച്ചു വരുത്താൻ പറ്റില്ല. അങ്ങനെ വരുത്തിയിട്ട് കാര്യമില്ല. ഹിയർസേ is inadmissible. അത് പറ്റില്ല. എനിക്ക് രണ്ട് ഡിസിഷന്റെ പേജ് കിട്ടിയിട്ടില്ലായിരുന്നു. 1966 സുപ്രീം കോർട്ടിന്റെ പേജ് എന്ന് പറയാമോ സാറേ? 1874 രജ്വന്ത് സിംഗ്. ഒരെണ്ണം കൂടെ ഉണ്ട് സാറേ. ഒരു 1980 ലാഹോർ സാർ പറഞ്ഞായിരുന്നല്ലോ. 1980
1919 1918 ലാഹോർ. പേജ് നമ്പർ എനിക്ക് ഓർമ്മയില്ല സാറേ. കമന്റ്സ് ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല, വായിക്കാൻ കിട്ടിയില്ല. സാർ 1962 സുപ്രീം കോടതി സാർ പറഞ്ഞിരുന്നു, അതിന്റെ പേജ് നമ്പർ 62 അല്ല പറയുന്നത് 64. 1962 പറഞ്ഞിരുന്നല്ലോ. 1962 സുപ്രീം കോടതി 605 1962 സുപ്രീം കോടതി 605. നാനാവധി കേസാണോ സാർ? Sir, please. Sir, please. Hello. 1962 സുപ്രീം കോടതി പേജ് നമ്പർ 605 എന്ന് പറഞ്ഞിരുന്നു. 605 നാനാവധി. നാനാവധി കേസസ് ആണ്. അതെ, നാനാവധി വേഴ്സസ് ബോംബെ ആയിരിക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ സാർ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Lower punishment is provided under 318. Compare 315 and 316. Heading will be under 380. എന്താ ഉദ്ദേശം മനസ്സിലായില്ല. അല്ല, വേറെ ഒന്നുമല്ല. Thank you, sir. Thank you, sir. Thank you very much, sir. Please wait. നാളെ ഇപ്പോ ഇൻട്രൊഡക്ഷൻ ടു സൈബർ ക്രൈംസ് ആൻഡ് ഒഫൻസ് അണ്ടർ ദി ഐ ടി ആക്ട് എന്ന ടോപ്പിക്കിലാണ് നമ്മുടെ ക്ലാസ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ടി പ്രേം കമ്മത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹം ഡൽഹി ജുഡീഷ്യൽ അക്കാഡമി അസോസിയേറ്റ് സൈബർ ക്രൈംസിന്റെ ഒക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ജുഡീഷ്യൽ സ്റ്റഡീസ് UAE, മറ്റ് വിദേശ രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികളിലെല്ലാം സൈബർ ലോസിന്റെയും ക്രൈംസിന്റെയും എല്ലാം അസോസിയേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ആളാണ് ശ്രീ പ്രേം കമ്മത്ത്. വൈകുന്നേരമാണ്, ഇതേ സമയമാണ്. ദയവായി അപ്പോൾ എല്ലാവരും ആ സമയം പാലിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇത്രയും നന്നായി നമ്മുടെ കാര്യങ്ങൾ ടോപ്പിക്കിനകത്ത് നിന്ന് സാറ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സാറിനോടുള്ള ബാർ കൗൺസിലിന്റെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കഴിയുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ടോപ്പിക്കിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ബെയർ ആക്ട് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. നാളെ ഇപ്പോൾ IT ആക്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കഴിയാവുന്നിടത്തോളം ഉള്ളവർ അത് കയ്യിൽ കരുതണം. നമ്മുടെ പുതിയ ജൂനിയർ കുട്ടികളായിട്ടുള്ളവരും നമ്മുടെ എക്സാം എല്ലാം ഓറിയന്റഡായി കാര്യങ്ങൾ നീക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാവർക്കും ഇപ്പോഴും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സീനിയർ ബാർ കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള പലരും ഉണ്ട്. വിജയൻ സാറ്, അതുപോലെ ശ്രീയാൻ സാറ്, നമ്മുടെ രാമൻകുട്ടി സാറ്, മമത സാറ്, എല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാ പേരെടുത്ത് പരാമർശിക്കുന്നില്ല. എല്ലാവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഷമിയും ഈ പ്ലാറ്റ്ഫോം നന്നായി ഈ ക്ലാസ്സിന് അനുയോജ്യമായ വിധം ക്രമീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രത്യേകമായ നന്ദി ഇന്നത്തെ ദിവസത്തത് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും